ടാക്സി കയറും. നിർത്തൂ. आप कौन हो? होटल क्वींस टैक्सी। देखो एक अर्जेंट डिलीवरी बॉय। ठीक है, जाओ जाओ। സത്യരാജ്, നീ ഇവിടെ? എല്ലാം പറയാം. നീ ഗൾഫിലാണെന്നാണ് ഞാൻ കേട്ടിരുന്നത്. ആയിരുന്നു. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നു? ആരെങ്കിലും കണ്ടാൽ? എനിക്കല്ലേ കുഴപ്പം? പോലീസിന്റെ കയ്യിൽപ്പെട്ടാൽ കൊല്ലും കൊലയുമടക്കം എത്രയോ കുറ്റങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണം. എനിക്ക് സാറിനോട് അല്പം സംസാരിക്കാനുണ്ട്, സ്വകാര്യമായിട്ട്. പറഞ്ഞോളൂ, എന്താന്ന് വെച്ചാൽ. വീട്ടുകാരെല്ലാം ഉറങ്ങാണ് മേലെ. മിസ്റ്റർ വിൻസെന്റ് ആണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അദ്ദേഹം മദ്രാസിയിലും തൂത്തുക്കുടിയിലും ഇറക്കിയിട്ടിരിക്കുന്ന ടൺ കണക്കിന് സിമന്റുകൾ വിറ്റഴിക്കാൻ സാറിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് സഹായം? ആ സിമന്റ് ഇല്ലാത്തൊരു ധർമ്മസ്ഥാപനത്തിന്റെ പേരിൽ വന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ആ കാര്യം എൻഫോഴ്സ്മെന്റുകാരെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങൾ 2 പ്രാവശ്യം പണം വാങ്ങിയില്ലേ? ഇനിയും ആവശ്യപ്പെട്ടില്ലേ പണം? അതിൽ നീ ഇടപെടണ്ട. എടോ ചാക്കോച്ച, ആ കണക്ക് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സത്യരാജ്, അരുത് അരുത് സത്യരാജ്. ചാക്കോച്ച, സാറിന്റെ പെട്രോൾ ബങ്കിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അക്കൗണ്ട്സ് മുഴുവൻ സെറ്റിൽ ചെയ്തോ? മുഴുവൻ കണക്കും തീർത്തു. നിന്നെ ഇപ്പൊ തന്നെ കൊണ്ടുവിടും. അവർ ക്ലിയറൻസ് കിട്ടിയ ഉടൻ തന്നെ പുറപ്പെടും. ശ്രാങ്ക് നമ്മുടെ ആളാണ്. ബോംബെയിൽ പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശരി ശരി, ഓക്കെ. ഡാഡി മദ്രാസ് കോൾ കിട്ടിയോ? അവിടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ ആ സിമന്റ്. അതൊന്നും നീ ഇപ്പൊ അന്വേഷിക്കണ്ട. പോയി കിടന്ന് തുടങ്ങ്. ചെല്ലേ. ചേട്ടാ, എന്റെ കൂട്ടുകാരൻ പോയി എന്നെ വിട്ടേച്ച്. എവിടെയാണ്? വരൂ. അകത്തേക്ക് കിടക്കണ്ട, ഇവിടെ ഒന്ന് കണ്ടോളൂ.
എനിക്ക് വീട്ടുകാരിന്ന് കാണേണ്ടിയിരുന്നു. ഞാനിവരുടെ അകത്ത് മൊഴിയെടുക്കുകയാണ്. അയാൾ തന്നെയാണോ കാർ ഓടിച്ചത്? അതെ. ആ മനുഷ്യ കണ്ട ഇനി തിരിച്ചറിയൂ? പ്രത്യേക അടയാളം വല്ലതും? നല്ല ഉയരം, ഒത്ത തടിയായിട്ട്. ശരി, സാർ മാത്രം വെക്കുള്ളൂ. നിങ്ങളുടെ വീടിന്റെ ഏത് ഭാഗത്ത് നിന്നാ കണ്ടത്? മാളികയിൽ ഞാൻ കിടക്കുന്ന മുറിയുടെ ജനാലെ കൂടി. രവി, നിങ്ങളുടെ കമ്മീഷണർ വന്നില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു സാർ. DIG വിളിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഈ സമയം വരെ ആ ബോഡി പോസ്റ്റ്മോർട്ടം അയക്കാൻ കഴിഞ്ഞില്ല അല്ലേ? സാർ, അവിടെ ഇൻക്വസ്റ്റ് ഇൻഫിഷ്യൻസ് എന്ന് പറയൂ. എവിടെ വെട്ടിക്കൊന്നാലും ചുട്ടുകരിച്ചാലും ഒരു പരിപാടിക്ക് എത്തുന്ന കൗതുകത്തോടാണ് നാട്ടുകാരും പത്രക്കാരും ഓടിക്കൊടുക. ആ ടാക്സി ഡ്രൈവറെ ക്വസ്റ്റ്യൻ ചെയ്തോ? സാർ, ഇന്ന് പുലർച്ചെ ആ കാറ് കണ്ടുകിട്ടുമ്പോൾ ഡ്രൈവർക്ക് ബോധമില്ലായിരുന്നു. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ബാലു ആണ് വണ്ടി കസ്റ്റഡിയിലെടുത്തത്. ഡ്രൈവറെയും അയാൾ കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നൊരു വിവരവുമില്ല. ഏത് ബാലു? കരടി. സോറി സാർ, റൂറൽ CI ബൽറാം. പോലീസ് ഓഫീസർ ആണെങ്കിലും ഹീസ് എ റെക്ലെസ് ബ്രൂട്ട്. ആ ഡ്രൈവറെ ഇടിച്ചു കൊല്ലുമോന്നാ എന്റെ പേടി. ഡോണ്ട് ബി സില്ലി അസീസ്. സാർ, എനിക്ക് ബാലുവിനോട് പേഴ്സണൽ ഗ്രിഡ്ജ് ഉണ്ടായിട്ട് പറയുന്നതല്ല. സാറിന് അറിയാമല്ലോ, സസ്പെൻഷൻ കഴിഞ്ഞ് അയാൾ സർവീസിൽ കയറിയിട്ട് 6 മാസമായിട്ടില്ല. അതിനിടയ്ക്ക് കൊല്ലത്തും കോട്ടയത്തും പാലക്കാട്ടും ഒക്കെ മുഖം കാണിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ആൾ വേർ പണിഷ്മെന്റ് ട്രാൻസ്ഫേഴ്സ്. കുടിയും വഴക്കം തന്നെ കാരണം. വിളിക്കണേ. സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലും ഞാൻ പലതവണ ട്രൈ ചെയ്തതാണ്, കിട്ടിയില്ല. ഒളിവിൽ പോയ പ്രതിയേക്കാൾ കഷ്ടം ഈ പോലീസ് ഓഫീസറെ കണ്ടുപിടിക്കാനാണ്. സ്രാങ്ക് ഫോൺ ചെയ്തോ? രാത്രി 8 മണിക്ക് ഒരു പുറങ്ങരലെത്തും. ഇരുട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അതുവരെ ഞാനിവിടെ. എനിക്ക് ഭ്രാന്ത് പിടിക്കും. വെസൽ ബ്രോക്കർ പറഞ്ഞ ഒരാളൂടെ വന്നിട്ടുണ്ട് നിങ്ങളെ കാണാൻ. പാസ്പോർട്ടിന്റെ കാര്യത്തിനാണെന്നാ പറഞ്ഞത്. പാസ്പോർട്ട് ബോംബെയിൽ ശരിയാക്കിയെന്നല്ലേ? ശരി, ആരോ വിളിക്കും. നിങ്ങളാരാ? ഇൻസ്പെക്ടർ ബൽറാം.
ഇവൻ ഇങ്ങോട്ട് കയറ്റു. ഇല്ല, ഇവരെ ചോദ്യം ചെയ്താൽ ഞാൻ വിട്ടുകൊടുക്കൂ. നോ, ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്കാണ്. ഡോണ്ട് ആർഗ്യൂ. കമോൺ. വാ 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 വാ. മോൻ അപ്പൂപ്പനെ മറന്നോടാ? ഓർക്കാനീ അപ്പൂപ്പനെ അവനങ്ങനെ കാണാറില്ലല്ലോ. അത് നീ എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ മോളെ. ഇന്ന മോഹമില്ലാഞ്ഞിട്ടല്ല, അടുത്താണോ എന്നും വന്ന് കാണാൻ. ഇപ്പൊ തന്നെ ഇവിടെ ഒരു കൊല നടന്നു എന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് പുറപ്പെട്ടു വന്നതാ. മരിച്ച ആളിനെ അച്ഛൻ അറിയായിരുന്നോ? സർക്കാർ കോൺട്രാക്ടർമാർക്ക് സിമന്റ് കച്ചവടക്കാരെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത് നടന്ന ഒരു ഇടപാടിൽ നല്ലൊരു തുക അയാൾ എനിക്ക് തരാനുണ്ട്. ലക്ഷ്യമൊന്നുമില്ല. ജയനെ കണ്ട ഒരു വഴി ആലോചിക്കണം. അച്ഛന് കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? ഇല്ല 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 ഇല്ല. മോനെ നോക്കാൻ ഞാൻ അയച്ച പയ്യനെ നീ എന്താ തിരിച്ചയച്ചത്? ഈ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് അന്യരെ അറിയിക്കണ്ടെന്ന് കരുതി. വഴക്കോ? മകളുടെ ക്ഷേമം അന്വേഷിക്കാനല്ലല്ലോ അച്ഛൻ വന്നത്, വക്കീലിനെ കാണാനല്ലേ. മരുമകൻ ഓഫീസിലുണ്ട്. ഒരു സാധാരണ കുറ്റവാളിയല്ല സത്യരാജ്. ഹീസ് എൻ ഇന്റർനാഷണൽ ക്രിമിനൽ. എങ്ങനെ വാദിച്ചാലും ജാമ്യം കിട്ടില്ല. ഞാൻ പറഞ്ഞ വഴി ഒന്ന് ആലോചിച്ച് നോക്കൂ. പണം എത്ര വേണമെങ്കിലും കൊടുക്കാം. ജഡ്ജിയെ സ്വാധീനിക്കാനോ? നടക്കില്ല മിസ്റ്റർ വിൻസെന്റ്. നിങ്ങൾ ചെയ്യേണ്ടത്, പറയൂ. കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് CA രവിക്കാണ്. FIR-ലും ഇൻക്വസ്റ്റിലും പ്രതിയെ ഫേവർ ചെയ്യുന്ന വിധത്തിൽ എഴുതണം. പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പിടിക്കേണ്ടത് സാക്ഷികളെയാണ്. പണം കൊടുത്തോ പ്രലോഭിപ്പിച്ചോ നടന്നില്ലെങ്കിൽ അത് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടെങ്കിലും ചെയ്യാം. എങ്കിൽ ഈ കേസിൽ സത്യരാജിനെ ശിക്ഷിക്കില്ല. അക്കാര്യം ഞാൻ ഏറ്റു. നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമല്ലോ. നമുക്ക് അവിടെ വെച്ച് കാണാം.
ചുരുക്കത്തിൽ ഈ കൊലപാതകം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് അകന്ന് യഥാർത്ഥ കുറ്റവാളി നമുക്കിടയിൽ തന്നെ എവിടെയോ ജീവിക്കുന്നു എന്നോർക്കുമ്പോൾ കോടതിക്ക് ദുഃഖമുണ്ട്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സത്യരാജ് നിരപരാധിയാണെന്ന് കണ്ട് കോടതി അയാളെ നിരുപാധികം വിട്ടയക്കുകയാണ്. എന്നാൽ പ്രമാദമായ മറ്റു ചില കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയായത് കാരണം ഈ വ്യക്തിയെ വിട്ടയക്കരുതെന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് സത്യരാജിനെ റിമാൻഡിൽ വയ്ക്കാൻ കോടതി ഉത്തരവിടുന്നു. എടോ, തനിക്കല്ലേ ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ്? പിന്നെ ആ മാതിരി പുളുത്തിയ വർത്താനം പറയരുത്. ബാലു, നല്ല തന്തയ്ക്ക് പറഞ്ഞ പോലീസുകാരായിരുന്ന FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയിരിക്കും. അതൊരിക്കലും ഫാൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആവില്ല. താനെന്നെ പ്രതിക്ക് ഫേവർ ചെയ്യുന്ന തന്റെ ഇൻക്വസ്റ്റ് മറ്റുള്ള മിസ്റ്റർ ബൽറാം, ദിസ് ഇസ് ടു മച്ച്. ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ നാണക്കുണ്ടാക്കുന്നതാണ് ഈ സംഭവം. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു, സാർ. ഒരു കൊല നടത്തി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം പിടിച്ചു കൊടുത്തിട്ടും ആ കേസ് തെളിവില്ലാതെ പോയില്ലേ? കൊലക്കേസല്ല ഇവിടെ അന്വേഷിക്കുന്നത്. കോടതി ഉറപ്പിൽ നിങ്ങൾ കാണിച്ച പോക്കറ്റമാണ്. അതിന്റെ കാരണമാണ് സാർ ഞാൻ പറഞ്ഞു വന്നത്. ആ കേസിനെ പറ്റി ആ CIയോട് ഞാനൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ. കൂട്ടത്തിൽ പുളുത്തി എന്നൊരു വാക്ക് ഉപയോഗിച്ചത് ശരിയാണ്. അതത്ര മോശപ്പെട്ട വാക്കാണോ സാർ? പുളിച്ച എന്നാണ് അർത്ഥം. നോൺസെൻസ്. എന്നെ ഭാഷ പഠിപ്പിക്കാനല്ല തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് യൂണിഫോമിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറെ ഇയാൾ എന്തിനു തല്ലി? ഞാൻ തല്ലിയില്ല. പിന്നെ എന്താ മിസ്റ്റർ അവിടെ സംഭവിച്ചത്? പറയണം. ഞാൻ തല്ലിയതല്ല, എന്നെ കൂടെ തല്ലിച്ചതാ. എന്താണോ? ഇപ്പൊ സാർ എന്നെ തല്ലിയത് എന്തിനാ? കോളറി പിടിച്ചേനല്ലേ? ഞാനും അതിന് തന്നെ തല്ലിയത്. ആണായാലും ആരായാലും തല്ലിപ്പോ സാറേ. ഇത്രേ അവിടെ നടന്നുള്ളൂ. അല്ലാതെ ഇപ്പോഴിവിടെ കാണിച്ച ഗിമിക് നിങ്ങളുടെ ഇന്നസെന്റ് തെളിയിക്കാനാണെങ്കിൽ നോ മിസ്റ്റർ ബൽറാം, യു ആർ സസ്പെൻഡഡ്. യു കൻ ഗോ. ഇപ്പൊ സാറിന് ബോധ്യമായില്ലേ? ഹീസ് an outspoken and eccentric. യെസ്, ലൈക്ക് ജനറൽ പാറ്റേൺ, എ ഹെഡേക്ക് ടു സുപ്പീരിയേഴ്സ്. ഈ ജാതിയെ സർവീസിൽ ഇരുത്തുന്നതാണ് സാർ തെറ്റ്. എക്സ്ക്യൂസ് മീ സാർ, ഈ ബലറാമിനെ എനിക്ക് നേരത്തെ അറിയാം. ഇതായിരുന്നില്ല അയാളുടെ സ്വഭാവം. ആർ യു ട്രൈയിങ് ടു ഡിഫെൻഡ് ഹിം? അവനെ ഒരു എക്സെൻട്രിക് ആക്കിയതിൽ വലിയൊരു പങ്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സാർ. അലക്സ്, യെസ് സർ, ഹീസ് ആൻ ഔട്ട്സ്പോക്കൻ. ആരോടും വെട്ടി തുറന്നു പറയും. എന്നിട്ടും സാറിന് അറിയാമല്ലോ, മറ്റുള്ളവരെ രക്ഷിക്കാൻ പലതും അവന് ഉള്ളിൽ ഒതുക്കി കഴിയേണ്ടു. ആ കഥയൊന്നും ഇപ്പൊ പറയണ്ട. കൂടുതൽ തകർക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പത്രക്കാരടക്കം മറ്റു പലരുടെയും മുമ്പിൽ വെച്ച് അവൻ കാണിച്ച തോന്നിയാസം നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാനോ? ഹി മസ്റ്റ് ബി പണിഷ്ഡ്. ശിക്ഷ എന്തെന്ന് സാറ് തീരുമാനിക്കട്ടെ. അലക്സിന് എന്റെ ഫീലിംഗ്സ് മനസ്സിലാവില്ല. നാടിനെ പന്ത് തട്ടുന്ന പോലെയാണ് അവന്മാർ എന്നെ ഓടിച്ചത്. അത് നിന്റെ ഓളത്തരം കൊണ്ടല്ലേ? എന്തോളത്തരം നിന്റെ അമ്മ ബാലു? പിന്നെ നീ എന്താണ് ഈ പറയുന്നത്? നിന്നെ ഒരുമിച്ച് പിടിച്ച് ഒപ്പം സർവീസ് കയറിയതല്ലേ നമ്മൾ. എന്നെ പോലെ അർഹിക്കുന്ന പ്രൊമോഷൻ നിനക്ക് കിട്ടിയോ? വേണ്ട, ജോലി പോയാലും ഞാൻ വിടില്ല. നീ നോക്കിക്കോ, എന്റെ പേര് നീ ആക്ഷൻ എടുത്താ DIG അല്ല അവരുടെ തന്തയെ വരെ ഞാൻ കോടതി കയറ്റും. അതിനാരും നടപടി എടുത്തില്ലല്ലോ. പിന്നെ നീ എന്ത് പുല്ല പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്തെന്ന്? മുഴുവൻ കേൾക്കാൻ ഇയാൾക്ക് ക്ഷമയില്ലല്ലോ. അപ്പോഴേക്ക് എക്സൈറ്റഡ് ആയില്ലേ? തമ്മിൽ തല്ലിയ നിങ്ങളെ രണ്ടുപേരെയും സ്ഥലം മാറ്റും. പിന്നെ ഇവിടെ തന്നെ റൂറലിലും സിറ്റിയിലേക്ക്. അത് പണിഷ്മെന്റ് അല്ലല്ലോ. പിന്നെ ഇവിടെ ആവുമ്പം നിനക്കൊരു ചെറിയ വിഷമം ഉണ്ടാവും. എന്നെ സലാം ചെയ്ത് ജോലി ചെയ്യേണ്ടു. ഓ, നിന്നേക്കാൾ പരമനാറികളെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അയാളുടെ അറിഞ്ഞൂടി ഒന്നു മതി. വീട്ടിൽ വൈഫും കുട്ടിയും കാത്തില്ല. എനിക്ക് പോകണം. കുട്ടിയെ വിട്, വൈഫെന്ന് പറ. കൂടുതൽ കുടിച്ചാൽ അവളെ നിന്നെ തല്ലും. അതെ, നീ ഒരു ഹെൻബക്ട് ഹസ്ബൻഡ് ആണല്ലോടാ. ആണ്. ഒരു പെണ്ണിന് വഴങ്ങി ജീവിക്കാൻ നിനക്ക് നാണമില്ലടാ? നാറി ഇല്ല. അതൊരു സുഖമാണ്. അനുഭവിച്ചറിയണമെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കും. ഞാൻ പറയാറില്ലേ, നിന്റെ ഈ മുടിഞ്ഞ കുടിയും എടുത്തയാട്ടവും വഴക്കും മാറ്റാൻ. നിർത്തടാ. ഞാൻ പെൺകോന്തനാണെന്ന് നീ പറഞ്ഞില്ലേ? ആശിച്ച പെണ്ണിനെ കിട്ടാത്തോളം വൈരാഗ്യമില്ല നിനക്ക്. അല്ല, എനിക്കറിയാൻ പാലു, കല്യാണമെന്ന് കേൾക്കുമ്പോൾ നീ കുരച്ചു ചാടുന്നത് ഇന്നും നിന്റെ മനസ്സിൽ അവളുള്ളതുകൊണ്ടാ. എടാ, നീ എന്റെ മൂട് കളയും. വാ, പോകാം. നീ വയ്ക്കോ, എനിക്കിതോട് കൂടി. ആ ബില്ല് വേണ്ട, ഞാൻ കൊടുത്തോളാം. പിന്നെ നിന്റെ പഴയ കാമുകി നീ അറിഞ്ഞു കാണും. ഇവിടെ ഒരു കോളേജിൽ ലെക്ചറാണ്, കണ്ടിരുന്നു. വേണ്ട, എനിക്കൊരു കഴിവറോളം കാണണ്ട. ആ, ഗുഡ് നൈറ്റ്.
ഈ പറയുന്നേ? MA പാസ്സായിട്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കണോ? വെറുതെ അല്ല, ഹൗസ് വൈഫായിട്ട്. എന്റെ വീട് നോക്കണം, ജോലി കഴിഞ്ഞ് വരുന്ന എന്നെ സ്വീകരിക്കണം, എന്റെ മക്കളെ പ്രസവിക്കണം, വളർത്തണം. മതി മതി, ലെക്ചർ ആയാലും ഇതൊക്കെ ആവാലോ. ഇനി ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. കെട്ടിയുള്ള ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോളേജ് പിള്ളേരുടെ സ്വഭാവം എനിക്കറിയാം. നിന്നെ കയറി പിടിച്ചെന്നോ കമന്റ് അടിച്ചെന്നോ എന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ കൊല നടക്കും. പിന്നെ കയറി പിടിക്കുന്നു. ഞാൻ പഠിച്ചത് കോളേജിലല്ലായിരുന്നു. പഠിപ്പിക്കാൻ ചെല്ലുമ്പോ അങ്ങനെ ആവില്ല. വേറെയും പൂവാലന്മാര് കാണും. ലെക്ചർ, പ്രിൻസിപ്പല്, പ്രൊഫസർ, ഇവന്മാരെയൊക്കെ ഇടയിലേക്ക് നിന്നെ വിട്ടാ എനിക്കൊരു സ്വസ്ഥ ഉണ്ടാവില്ല. യു ആർ ജെലസ്. മോർ പൊസസീവ്. നിന്റെ സേവനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ മുഴുവനായിട്ട് എനിക്ക് വേണം. എഗ്രീഡ്? ബാല് കയറുന്നില്ലേ? ഇല്ല. അടുത്തത് ഒഫീഷ്യൽ വിസിറ്റ് ആണെന്ന്. എന്ന് വെച്ചാൽ മാരേജ് യൂണിഫോമിൽ. കൗണ്ടർ ക്ലോസ് ചെയ്യണം. വലിയ രാഘവനാരെ, ഒരു സംശയം കൂടി. ഇന്ന് എത്രാമത്തെയാ? വെറുതെ അല്ല ആളുകൾ തന്നെ സംശയം വാസം എന്ന് വിളിക്കുന്നത്. ഇത് സംശയമല്ല, കരടി ഇങ്ങോട്ട് വിട്ടു എന്ന് കേട്ടപ്പോൾ ഒരു നീ പേടിക്കണ്ട വാസു. കരടിയാണേലും ബൽറാം സാർ ആള് ഡീസന്റാ. ഉമ്മർ സാറിന് അറിയോ ആളെ? പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് CI ആയി വന്നപ്പോ ഞാൻ അവിടുത്തെ കോൺസ്റ്റബിളാ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന DIGയോ ഞങ്ങളുടെ SP. അവിടെ നല്ലേ ഈ കേസും കുഴപ്പമൊക്കെ ഉണ്ടായത്. അപ്പോ ഒരു സംശയം കൂടി. അപ്പോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാ പശ? പുള്ളിയായിട്ടൊരു കാശും വാങ്ങിക്കില്ല. പിന്നെ നമ്മൾ പാത്തും പതുങ്ങിയും വാങ്ങിച്ചെടുക്കുന്നത് കൈയിട്ട് വാരാനും വരില്ല. പുതിയ കോട്ടേഷൻ നിനക്ക് ഇഷ്ടമായോ? കൊള്ളാം. പെമ്പിള്ളേര് പോകുന്നു. ഇവിടെ ട്യൂട്ടോറിയലോ വൈറൽ കോളയോ? എന്തായാലും ഇനി ഇത് പൂട്ടേണ്ടി വരും. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിള്ളേർ ഈ വഴി വരില്ല. പേടിച്ച്. ഞാൻ സാറിനൊന്ന് കാണാച്ചിട്ടാ. എന്താ പറയാം. കാലത്ത് മുതലേ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആളൊഴിഞ്ഞിട്ട് കാണാന്ന് വെച്ചു. ഇയാൾക്ക് എന്താ വേണ്ടത്? ഇവിടുന്ന് മാറ്റം പോയ സാറിന്റെ ഒരു കയ്യാളായിരുന്നു. എന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരു കാര്യസ്ഥനായിട്ട്. അതുപോലെ സാറിന് വല്ല സഹായവും വേണ്ട. ശമ്പളം ഒന്നും മോഹിച്ചല്ല. വട്ടച്ചെലവിനുള്ള കാശ് കിട്ടിയാൽ ഞാൻ. ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? അത് കഷ്ടാണ്. ഇറങ്ങി പോണവാൻ. എന്താ ഇവിടെ? ആ തള്ളയുടെ ഭ്രാന്ത് മുറിയിരിക്കുന്നു. ഇപ്പൊ മടവാള എടുത്തോണ്ടാ പുറത്തേക്ക് ഓടിയത്. പിടിക്കാൻ ഇന്നപ്പോ എന്നെ വെട്ടി. കഴുത്തെറ്റ് പോയാൻ എന്റെ. അങ്ങനെയുള്ള ഒരു ഭ്രാന്താശുപത്രി കൊണ്ടാക്കണം മിസ്റ്റർ. ആർത്ത് വിളിച്ച് അയലത്തുകാരെ ഞെട്ടിക്കരുത്. എന്താ ഇയാൾക്ക് വേണ്ടത്? ഇനി ആളെ പിടിക്കാനാണോ വന്നത്? മുമ്പ് കൊണ്ടുപോയത് ഓർമ്മയില്ലേ? പാലക്കാട് വെച്ച് ആ മകനെ കാണാതെ ഉള്ളൊരുകി പേളികി പിടയുന്ന അവന്റെ അമ്മയെ കൂടി കൊണ്ടുപോകൂ. മോളെ, എന്താ ഇത്? ഇതാണച്ചാ
നമ്മുടെ ഉണ്ണിയെ കൊണ്ടുപോയി ദുഷ്ടൻ. മാറാത്ത രോഗിയായി നരകിച്ചു കഴിയുന്ന എന്റെ അമ്മ കൂടി ഈ കാലന്റെ കൈ കൊണ്ട് ചാവട്ടെ. കൊണ്ടുപോയിക്കോളൂ. ഭ്രാന്താശുപത്രിയിലേക്കല്ല, എന്റെ അനിയനെ എത്തിച്ചെടുത്തേക്ക്. നിർത്താൻ. അമ്മയുടെ പ്രാന്തി ഇപ്പോ മോൾക്കും പകർന്നു എന്നാ തോന്നണേ. നിങ്ങൾക്ക് ആ വീടുമായിട്ട് എന്താ ബന്ധം? നേരി ഒരു ചാർച്ചയുണ്ട്, അത്രേ ഉള്ളൂ. വിഷ്ണു എന്നാ എനിക്കിട്ടിരിക്കണ പേര്. എന്നിട്ടും പഷ്ണിയാ ഫലം. അതുകൊണ്ട് ഇവിടെ കൂടുന്നു. ഇവര് പാലക്കാടായിരുന്നില്ലേ? അത് കുറച്ചു കാലം. ആ നമ്പൂരി എവിടെ മാഷായിരുന്നു. തിരുമേനി റിട്ടയറായി. അപ്പൊ അവരിങ്ങോട്ട് പോന്നു. ആ ചെക്കനെ കൊന്നതാണത്രേ പോലീസ്. അങ്ങനെയാവും. ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറഞ്ഞുവിടാൻ വയ്യാത്തെ? തനിക്ക് ഇവിടുത്തെ ലിക്കർ ഷോപ്പ് അറിയോ? അറിയാലോ, പറഞ്ഞോളൂ. എന്താ വെച്ചാൽ ഞാൻ ചെയ്തു തരാം. ഒരു പണിയില്ലാണ്ട് എങ്ങനെയാ ഇരിക്കുക? ഇവിടെ ഭക്ഷണിയില്ലേലും കഷ്ടാസ്ഥിതി. വരൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ജീവനോടെ ചുട്ടുമെന്ന് നീ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. പറയണം, ആരായിരുന്നു നിന്റെ കൂടെ? ഒന്നേ വെള്ളം ചോദിച്ചു. തിരുവന വയ്ക്കോ? വേണ്ട, ഞാൻ ഒഴിച്ചു തരണോ? വേണ്ട. എന്താ ബാലു കുടിക്കില്ലേ? ഇല്ല സർ. നേരെ വിളിക്കുന്നതിന് മുമ്പ് ആ പയ്യനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. സാർ, ആ ചെറുക്കന്റെ എന്താ കാറ്റ് പോയി തോന്നുന്നു. എങ്ങനെ ചത്തതായാലും പോലീസുകാർ തല്ലിക്കൊന്നതിന് നാട്ടുകാർ ധരിക്കും. ആ ശവം പുറത്തു കാണിക്കരുത്. സാർ, ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തു വന്നതിന് തെളിവുകളുണ്ട്. ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പോ അവന്റെ കൂടെ ഒരു കൂട്ടുകാരനും പെറ്റി കേസിൽ പ്രതിയായ മറ്റൊരു ക്രിമിനലും അകത്തുണ്ടായിരുന്നു. സോ വാട്ട്? നിങ്ങൾ ആ ചെറുക്കനെ തല്ലിക്കൊല്ലുന്നത് അവർ കണ്ടിട്ടുണ്ടോ? സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നോ ആർഗ്യുമെന്റ്സ്. ഞാൻ പറഞ്ഞവർ ചെയ്യൂ. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഡു ഇറ്റ്. ചുണയില്ലെങ്കിൽ ആ ശവം എന്റെ കണ്ടിരിക്കിട്ടേക്കൂ. ഹലോ, അവിടെ എന്താ കുഴപ്പം?
ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല. നേരം വെളുക്കട്ടോ, വഴി ഉണ്ടാക്കാം. അലക്, എടാ അലക്. ക്രൂരമായ കൊലപാതകത്തിനും പ്രേതം പോലും പുറത്തു കാണിക്കാതെ തെളിവ് നശിപ്പിച്ചതിനും ഈ പ്രതിക്കൂട്ടി നിൽക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിച്ചുകൊള്ളുന്നു. കേസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ഉടനെ ജാമ്യത്തിൽ നിൽക്കും. ഓക്കെ? ബാലു, ഈ സിറ്റിയിൽ വെച്ച് പട്ടിയെ പോലെ നിന്ന് തല്ലിക്കൊല്ലുന്നതാണ് ഞങ്ങൾക്ക് വയ്യ. ഒരിക്കൽ നീ ഈ കാക്കി ഉടുപ്പിട്ട് നടന്നവനല്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങളെ നാണക്കെടുത്ത് അർപ്പിക്കൂ. എവിടേക്കെങ്കിലും വയ്ക്കോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഉഷയൊന്ന് കാണണം. വേണ്ട. മുംബൈ പോലീസുകാരെ എനിക്ക് ഇഷ്ടമല്ല. എന്റെ മകളുടെ സാക്ഷ്യത്തിൽ വഴങ്ങി ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇനി അത് പറ്റില്ല. എനിക്ക് ചിലത് പറയാനുണ്ട്. കേൾക്കണ്ട. മേലാൽ അവളെ അന്വേഷിച്ച് നിങ്ങൾ ഈ വീട്ടിൽ വന്നു പോകരുത്. ആ ബന്ധം നടക്കില്ല. നടക്കും സാർ. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഇല്ല. അവളുടെ അച്ഛൻ ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല. താൻ എന്തിനാ ഭാവം? എനിക്ക് ഉഷയോട് സംസാരിക്കണം. അവളെ കണ്ടിട്ടേ ഞാൻ പോകൂ. അവളുടെ അച്ഛനെ ധിക്കരിച്ച് തന്നെ സ്വീകരിക്കുമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു മകൾ എനിക്കില്ല. ഉഷ ഇത് കേട്ടില്ലേ? ഇനി എന്ത് കേൾക്കാൻ? ജാമ്യത്തിലല്ലേ ഇയാൾ ഇറങ്ങി വന്നത്. കേസ് കിടപ്പല്ലേ. അങ്ങനെ ഒരു കൊലയാളിക്ക് എന്റെ മകളെ ഞാൻ കൊടുക്കില്ല. ഉഷേ, ഇറങ്ങി പോണം മിസ്റ്റർ. എടാ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇല്ല. ഒരു പട്ടിയും കൊന്നിട്ടില്ല. ഇല്ല. പിന്നെ ആരെ പേടിച്ച് ഞാൻ താമസം മാറ്റണം? ഞാൻ വീട് മാറണ്ട. മാറണ്ട. ഇവിടെ തന്നെ താമസിക്കും. താമസിക്ക്. ഞാൻ പറയുന്നു തന്നെ തിരിച്ചു പറയുന്നു. കള റാസ്കൽ, നിനക്ക് വട്ടാണതാ. ആ കൊള്ളാം. അങ്ങനെ വല്ലതും പറ. നീ വെക്കുന്നുണ്ടോ പാതിരയ്ക്ക് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാതെ? ഓ സോറി, നിനക്ക് ഉറങ്ങണമല്ലേ? ഞാനത് മറന്നു. അല്ലെങ്കിൽ നിന്റെ കെട്ടിയോട് നിന്നെ വഴക്ക് പറയല്ലേ? എന്നെ ആരും പറയില്ല. ആരും. ഹലോ, യെസ്, ആരാ? നിന്റെ തന്ത. എന്തായി പറയുന്നത്? ഇപ്പോഴോ? ആരാ ചേച്ചി? അത് ജ്യോതി പോയി കിടന്നോളൂ. ഇവിടെ എന്താ കുഴപ്പം? എനിക്കറിയാം. ആ ഇല്ലത്തിന്റെ അടുത്തുള്ള വീടല്ലേ, ഞാൻ വരില്ല. ഇതിനേക്കാൾ നാറിയ തേർഡ് റേറ്റ് ലോഡ്ജ് മുറി തന്നെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളോടി. വേണ്ട, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. എടി, എനിക്ക് കേൾക്കണ്ടാന്ന്. മാറി.
സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഇതാണോ എന്നെ കാണാമെന്ന സ്ത്രീ? എങ്കിൽ ഇത് വെറും സ്ത്രീയല്ല, കോൺട്രാക്ടർ വിശ്വനാഥൻ മലയാളിയുടെ വേഗമകൾ ഉഷ MA. ഇനി ഇവിടെ പരിചയപ്പെടുത്താം. സീത, നാട്ടുകാരും വീട്ടുകാരും വെറുത്ത, സ്നേഹിച്ച പെണ്ണുപോലെ ഉപേക്ഷിച്ച ഈ കൊലയാളിയെ ഇവൾ സ്വീകരിച്ചു. കിടക്കാൻ ഉടൻ തന്നു, പിന്നെ പിന്നെ എല്ലാം തന്നു. എന്തായി കാണിക്കുന്നത്? ഉം. രാത്രി മുഴുവൻ കുടിച്ചുല്ലേ, ഉറങ്ങാതെ? ഉറങ്ങാനാടി നിന്നെ വിളിച്ചത്, എന്നെ ഉറക്കാൻ. വാ. വാതിലടിക്കണ്ടേ? വേണ്ട. പുറത്തൊരാളിരിക്കുന്നു. ഉം. ആദ്യം നീ എന്താടി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്? അതെ, ആ ഇല്ലം അവിടെയുള്ളവരെല്ലാം എനിക്കറിയാം. ഉം. അവര് കാണ്ടാച്ചിട്ടാ. ഓ, എന്താടി കണ്ടാല്? നാണവും മാനവും കേട്ട നിനക്ക് പേടിയോ? സാറിന് മനസ്സിലാവില്ല. ജാതിയിൽ താഴെയാണെങ്കിലും മുമ്പാ ഇല്ലത്തെ ഒരു അംഗം പോലെ കഴിഞ്ഞവളാ ഞാൻ. പാട്ടും കളിയും ശ്ലോകം ചൊല്ലലും എന്തൊരു സന്തോഷായിരുന്നു അന്നവിടെ. എല്ലാം പോയി. പ്രാന്തളകിയ അന്തർജനം, വയ്യാണ്ടായ തിരുമേനി, രാവും പകലും അവരെ നോക്കി ദിവസം എണ്ണിക്കഴിയുന്ന മകൾ. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് സാറിനറിയാലോ. എന്തോന്ന് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു, അതെന്നെ എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇറങ്ങിപ്പോ. ഇതാ, പോ. ഇവിടെ പോ. സാർ, ഈ പാതിരയ്ക്ക് ഞാൻ നേരം വെളുത്തിട്ട് പൊയ്ക്കോളാം. അതുവരെ ഇവിടെ പുറത്തെവിടെയെങ്കിലും പോയി കിടക്കടി.
അവള് പോയി. ഇവിടെ നിന്നാ കുളിച്ചു മാറിയത്. ആളുകൾ പറയണത് വെറുതെ അല്ല കേട്ടോ. അവള് പിഴയാ, പോലീസ് സേവക്കാരിയാ. പാട്ടി ഒരപേക്ഷയുണ്ട്. തനിച്ചാവുമ്പോ എന്താ അച്ഛാ വിളിച്ചോളൂ, പട്ടീന്നോ പൂച്ചയെന്നോ. പക്ഷേ ആളുകളുടെ മുമ്പിൽ നിന്ന് തിരുമേനിന്ന് എന്നെ വിളിക്കണം കേട്ടോ. തന്റെ മേനി കണ്ട അങ്ങനെ തോന്നണ്ടേ? കഷ്ടാണേ. എപ്പോഴാ അവിടെ പോയത്? ഇപ്പോ ഇല്ലത്തേക്കാ. രാധയുടെ പഴയ കൂട്ടുകാരിയല്ലേ, അവിടെ നിന്ന് ഡാൻസ് പഠിച്ചിരുന്നു മുമ്പ്. രാധ. അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എന്താ ചെയ്യാ? ആശുപത്രി കൊണ്ടുപോയിട്ടും കാര്യമില്ല. അവർ തച്ച് കൊല്ലേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് അഴിച്ചു വിട്ടാൽ വെട്ടുകത്തി എടുത്ത് പുറത്തേക്ക് വിടും. കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു. അച്ഛൻ തിരുമേനി എവിടെ? വക്കീലിനെ കാണാൻ പോയി. കഴിഞ്ഞില്ലേ കേസ്? ഇല്ല, ഇനിയും കോടതി ഉണ്ടല്ലോ. എന്റെ അനിയനെ കൊന്നവരെ അങ്ങനെ വിടില്ല. എല്ലാം വിറ്റ് നശിച്ചാലും. ആ അതിരിക്കട്ടെ, സീത ഉടനെ ഇത്ര കാലത്തെ? ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇരിക്കെ, ഞാൻ കാപ്പിട്ടുണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. എത്ര കാലമായിട്ട് കണ്ടിട്ട്. ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ വന്ന കാരണം പഠിപ്പ് മുടങ്ങിയ കുട്ടികളെ കളിച്ചോളൂ, ഞാൻ ചൊല്ലിത്തരാം. വായിക്ക്, ഇനി ഇവൻ കൊട്ടിയാൽ ശരിയാവില്ല. വന്നിരിക്കുന്ന കൂട്ടുകാരൻ ചെല്ല്. ഇവരുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. കുട്ടികളാവുമ്പോ ഇത്തിരി കുസൃതിയൊക്കെ വേണ്ടേ? ഇത് കുസൃതിയല്ല. നീ കരയാണോ? വെറുതെ ഓരോന്ന് ഓർത്തിട്ടാ. അങ്ങനെ മറക്കാൻ പറ്റുമോ സീതെ? എനിക്ക് എന്റെ ഉണ്ണിയെ, എന്റെ അനിയനെ ആ പോയത് എനിക്കൊരു സംശയം. സംശയിക്കേണ്ട വാസു, ബലറാം സാർ തന്നെ. കരടി പിടിക്കുമോ നമ്മളെ? ലോറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞോ? സാർ മാസാവസാനം ശമ്പളം കിട്ടാൻ ഇനിയും 2-3 ദിവസം. അത്യാവശ്യം ചെലവെങ്കിലും വെക്കണ്ടേ? എന്ത് കിട്ടി? എന്താ തന്റെ പേര്? ഇനി അങ്ങനെ ചെയ്യില്ല സാർ. പേര് പറയണോ? വാസു. സംശയം വാസു എന്ന് ചിലർ. കൃഷ്ണൻ. ഉമ്മർ. അറിയാം, താനല്ലേ ഇവരെ അയച്ചത്. വാസുവിന് എത്ര കുട്ടികളുണ്ട്? 3, 4. അതിലും സംശയമാണോ? 3 പേര് പുറത്ത്, ഒരാള് ലോക്കപ്പിലാണ്. ആ, അപ്പൊ ചെലവ് കൂടും. കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരൻ ജീവിക്കാൻ സാധ്യമല്ല. എടോ, കൊള്ളയടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ണി പോലെ വേണം. ഉള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങളുടെ കീശ തപ്പരുത്. എടുത്തോ. സാർ, ഒരു സംശയം. സാറിന് ഇതിന് വല്ല ഷെയറും? ചേർത്തുന്ന റാസ്കൽ. വത്സല എല്ലാം നോക്കിക്കൊള്ളണേ. ഇനി എന്റെ ഗുമസ്തനെ കണ്ടാ മതി. മോന് നല്ല പനിയുണ്ട്. അതിന് ഞാൻ ഡോക്ടർ അല്ലല്ലോ. വൈകിട്ട് കോളേജ് വിട്ട് വരില്ലേ, കൊണ്ടുപോയി കാണിക്കാരെന്ന് വെച്ചാൽ. ആ ഉഷേ, നീ അച്ഛനെ എഴുതിയില്ലേ? താമസിച്ചാൽ വസ്തു വേറെ ആണുങ്ങൾ വാങ്ങിക്കും. എന്റെ കക്ഷികളായതുകൊണ്ടാണ് വില കുറച്ച് തരുന്നത്.
ഒരു ഡിസ്പ്യൂട്ടുള്ള എസ്റ്റേറ്റ് ആണ്, ചുളുവിലക്ക് കിട്ടും. തൽക്കാലം ഒരു 3 ലക്ഷമെങ്കിലും അച്ഛനോട് വാങ്ങിക്കേ, ബാക്കി ഞാൻ ഒപ്പിച്ചോളാം. നിങ്ങൾ തന്നെ ചോദിച്ചോളൂ, എനിക്ക് കഴിയില്ല. നിങ്ങളെന്നെ ക്വാർട്ടേഴ്സിൽ തിരക്കാന്ന് പറഞ്ഞു. ഇരിക്കൂ. അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുമേനിയാ പറഞ്ഞത്. ഉവ്വ്. നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ്. പിന്നെ ഇന്നലെ ഇവിടത്തെ ബഹളത്തിനിടയ്ക്ക് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പറയൂ, എന്താ വേണ്ടത്? മടിക്കണ്ട, എന്നാൽ കഴിയുന്ന എന്ത് സഹായവും. അച്ഛാ, എന്തിനാ മനുഷ്യരോടെ കയറ്റിയത്? മിസ്റ്റർ നമ്പൂതിരി, ഞാൻ പോകുന്നു. അവൾ പറഞ്ഞ കാര്യമാക്കരുത്. ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനയിലധികം ദൈവം ഒരാൾക്കും കൊടുക്കില്ലെന്ന് കരുതിയോളാ ഞാൻ. പിന്നെയും ഏതൊരു മനുഷ്യനെ ഞാൻ കൂടുതൽ വെറുത്തുവോ എന്നും അയാളുടെ മുഖം തന്നെ കാണേണ്ട ഗതികേടാണ് എനിക്ക് വിധിച്ചത്. മോളെ കൊണ്ട് പറയിപ്പിക്കാനാണ് എന്നെ തിരക്കാൻ അങ്ങോട്ട് വന്നത്. ക്ഷമിക്കണം സാർ, അച്ഛാമുണ്ടരുത്. എന്നെ അനുസരിക്കില്ലെന്നായോ നീ? എനിക്ക് പറ്റൂ സാർ. ഞാനൊരു സഹായം ചോദിക്കുകയായിരുന്നു. വേദജ്ഞർ കൽപ്പിച്ച കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഋത്തുക്കായിട്ടല്ല, ഒരു സാധു ബ്രാഹ്മണനായിട്ട്. പറഞ്ഞാൽ ദേഹി ഒടിഞ്ഞ ദേഹത്തെ എങ്ങനെയും നശിപ്പിക്കാം. ജഡത്തിന് അരണികടഞ്ഞാളിച്ച അഗ്നിയും അടുമരം കത്തിച്ച തീയും ഈ മണ്ണും തീർത്ഥവും ചളിക്കുണ്ടും ഒക്കെ ഒരുപോലെയാണ്. എന്നാൽ ദേഹം വെടിഞ്ഞ ആത്മാവിന് മുക്തി നേടാൻ ഇഹത്തിൽ ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണം. ഈ സാധു ബ്രാഹ്മണൻ സാറിനോട് യാചിക്കുന്ന പ്രഖ്യ അതാണ്. എന്റെ മകന്റെ ആത്മാവ് ഗതി കിട്ടാതെ അറിയാതിരിക്കാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. പറയൂ സാർ, എവിടെയാണ് അവന്റെ ദേഹം നശിപ്പിച്ചത്? എനിക്കറിയില്ല. എവിടെയാണ് അവന്റെ അവശിഷ്ടങ്ങളുള്ളത്? ഒരു കഷണം അസ്ഥിയോ ഒരു തുള്ളി ചാരമോ തരും? എന്നോട് ചോദിക്കരുത്. ഇല്ലെങ്കിൽ ഈ മുട്ടന്റെ ശാപം തനിക്ക് കേൾക്കും. താനും തന്റെ കുടുംബവും മുടിയും. ഇയാളൊരു പുല്ലും എനിക്ക് കേൾക്കില്ല. അവനെ ചുട്ടതും കരിച്ചതും കയത്തിൽ കെട്ടി താഴ്ത്തതും ഞാനല്ല. സാർ, ഞാൻ ശ്രീനി. മനസ്സിലായി, വിപ്ലവ പാർട്ടിയല്ലേ? ഇരിക്കെ. ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് പ്രതാപം കലാവാരികയുടെ. കലാവാരികയോ? കലയേക്കാൾ കൊലയുമായിട്ടല്ലേ തനിക്ക് കൂടുതൽ ബന്ധം? ഒരു പാവം പോലീസുകാരനെ വെട്ടിക്കുന്ന ആ ചോരയിൽ കൈമുക്കി ചുവരിൽ പതിപ്പിച്ചവനല്ലേ നീ? ആ കാര്യം ഓർമ്മിപ്പിക്കരുത് സാർ. ഞാൻ ആ പ്രസ്ഥാനം വിട്ടു. പിന്നെന്താ ഇങ്ങോട്ട് വന്നത്? വാരികയിൽ തുടർച്ചയായി എന്റെ ഒരു ഫീച്ചർ ആരംഭിച്ചിട്ടുണ്ട്. തടവുകാരുടെ അവശത, ജയിൽ പരിഷ്കരണം. അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് പൊറുക്കാൻ ജയിലിൽ സൗകര്യങ്ങൾ കുറവാണ്. ജയിലിൽ ഈ സുഖം പോരടോ. സാർ എന്തായി പറയുന്നത്? തടവുകാരുടെ ബേസിക് നീഡ്സ്. അമ്മയുടെ പിണ്ണാക്കാണ്. മുഴുപ്പട്ടിനായിട്ട് കോടിക്കണക്കിന് ഞാൻ ജയിലിൽ പുറത്തുണ്ടോ? വയറു നിറച്ച ആഹാരം, കിടന്നുറങ്ങാൻ ഉറപ്പുള്ള കെട്ടിടം, കറണ്ട്, റേഡിയോ, പിന്നെ എന്തൊക്കെ വേണം ജയിലില്? സെല്ലിൽ AC വേണോ? TV വേണോ? ചൈനീസ് ഫുഡ് വേണോ? നമ്മൾ തർക്കിക്കണ്ട. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. പറയണം. സത്യരാജ് എന്ന പുള്ളിയെ 2 തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ്. ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ദിവസവും പത്രങ്ങളിൽ അടിച്ചു വരുന്നുണ്ടല്ലോ അവൻ ചെയ്ത കൊലയും വീരസാഹസങ്ങളും ഒക്കെ. നാട്ടുകാരുടെ ഹീറോ ഇപ്പൊ സത്യരാജല്ലേ? കറക്റ്റ്. എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല, പുസ്തക രൂപത്തിൽ അവന്റെ ലൈഫ്, ഐ മീൻ എ ബയോഗ്രഫി. ജനം വായിച്ചു പഠിക്കട്ടെ അല്ലേ? നല്ല മാറ്റർ വേണം. അതിന് സാറിന്റെ ഒരു സഹായം എന്നോടോ. കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തി ജീവിച്ച ഒരു നാരിയുടെ രോഗം പഠിക്കാൻ തനിക്ക് ഞാൻ കത്തി വെച്ചിരണം അല്ല? ഇയാൾ ചൂടാവാ. പോടാ പട്ടി. മിസ്റ്റർ ഒരു പത്രപ്രവർത്തകൻ അപമാനിച്ചു. നീ എന്തോ ചെയ്യണം? എന്തായാലും ക്ഷമിച്ചുകളാം. ഓട്ടൊന്നേ സാറിനെ ഞാൻ അനുസരിക്കാം. പക്ഷെ ഇവനെ എനിക്കും ചെന്ന് ചെയ്യാൻ കഴിയും. പോടാ പോടാ പോടാ. സാറല്ല, നീ ഇപ്പൊ പോ. എന്തിനാടോ ആ പാവത്തിനെ? തനിക്ക് വേറെ ഇരയൊന്നും കിട്ടിയില്ലേ? എനിക്കൊരു മറ്റേ വർത്താൻ പറയത്. പാവം കൊള്ള റാസ്കൽ വന്നിരിക്കുന്നു. ഇന്ത്യൻ ജയിൽസ് വേർ മണി ഓപ്പൺസ് ഡോർ.
വായിച്ചില്ലേ? ഈ ജയിലിന്റെ വാതിൽ തുറക്കാൻ പണം വേണം. എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ വന്നാൽ അത് കിട്ടില്ല. സാർ, സാറിനെ കാണാൻ വക്കീൽ വന്നിരിക്കുന്നു. എടോ, ഇവൻ ആ കുട്ടനെ കാണിച്ചു കൊടുക്കും. വരൂ. ഏതാ കുട്ടൻ? കള്ളൻകുട്ടൻ, ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഇന്നോ നാളെ വിടും. ആ, ഇതാ പുള്ളി. ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇനി അത് പോരാതെ വരികയാണെങ്കിൽ ലിക്കറോ ഫുഡോ എന്താ എന്നെ ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എടോ വക്കീലേ, ഒരു കൊലക്കേസിനെ ഞാൻ ഒഴിവായിട്ടുള്ളൂ. വേറെയും കിടക്കുന്നു, ബോംബെയിലും തിരുവനന്തപുരത്തും കാസർഗോട്ടും ഒക്കെ. പിന്നെ എനിക്കറിയാം. അറിയില്ല എന്നെ ഇവിടുന്ന് എപ്പോഴാ മാറ്റുന്നതെന്ന്. അതിനിടയ്ക്ക് ഞാനിവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ കഴുത്തിന് കയറ് വീഴും. എല്ലാം ശരിപ്പെടുത്താമെന്നേ. ഇല്ലെങ്കിൽ എന്നെ ഇവിടെ വരുത്തിച്ച യോഗ്യന്മാരെ ഞാൻ ഇവിടെ വരുത്തും. വിസിറ്റേഴ്സ് ആയിട്ടല്ല, തടവുകാരായിട്ട്. അതിന് വേണ്ട തെളിവുകൾ എന്തെങ്കിലും ഉണ്ട്? അതൊക്കെ സൂപ്രണ്ട് മറ്റും അപ്പുറത്തുണ്ട്. അവന്മാരെ കൊണ്ട് എന്റെ വായടപ്പിക്കാൻ നോക്കുകയാണോ? അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാം. എന്റെ ശവം ചൂടാറും മുമ്പ് എല്ലാ തെളിവുകളും എത്തേണ്ടിടത്ത് എത്തും. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. സിമന്റ് കച്ചവടത്തിന്റെ മാത്രമല്ല, അവന്മാർ ചെയ്തിട്ടുള്ള പൊന്നും വെള്ളിയും സ്പിരിറ്റും ഡ്രഗ്സും. അങ്ങനെയൊന്നും സംഭവിക്കില്ല സത്യരാജ്, ഞാൻ ഏറ്റു. എങ്കിലും എന്നെ പുറത്തു കിടത്തും, എത്രയും വേഗം. സർക്കിൾ ഇൻസ്പെക്ടർ ബൽറാമിന്റെ മർദ്ദനം തുടരുന്നു. ഫറൂഖ് അഴിഞ്ഞലം ഭാഗത്ത് നിന്നാണ് 25-കാരനായ കുട്ടൻ എന്ന യുവാവിനെ ഈ CI കസ്റ്റഡിയിലെടുത്തത്. വായിക്കണോ? കേൾക്കട്ടെ, എന്നെ പറ്റില്ലേ? അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണത്രേ ഉണ്ടായത്. ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ് എന്താ നിർത്തിക്കളഞ്ഞത്? സാർ, ഒരു സംശയം. സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടുവാവോ? ഓമന പേരാണ് കരടി ബാലു എന്ന്. ക്രൂരനായ ഈ മനുഷ്യക്കരടിയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ്. കളവ് തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച പ്രാകൃത മനുഷ്യരുടെ കാടൻ രീതിയാണ് ഇയാൾ ഇന്നും സ്വീകരിച്ചു വരുന്നത്. ഒരു സ്ത്രീനി. ജയിലിൽ നിന്നവനെ പുറത്ത് ചാരിക്കാനല്ല പ്രയാസം, ഈ നാട്ടിൽ നിന്നവനെ കടത്തിവിടണ്ടേ? കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഓർമ്മയുണ്ടല്ലോ. ഇനിയും താമസിച്ച കുഴപ്പമാണ്. മറ്റു കേസുകളിൽ നിന്ന് സത്യരാജനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ബോംബെക്കോ മറ്റോ കൊണ്ടുപോയാൽ പിന്നെ അപ്പൊ എന്ത് ചെയ്യും വിൻസെന്റ്? അവനെ ഉടനെ ജയിലിൽ നിന്ന് പുറത്ത് അടിക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാവുന്നേ. ആദ്യം അത് ആലോചിക്കണം മിസ്റ്റർ. പുറത്തു വന്നാൽ ഉടനെ അവനെ പുറം രാജ്യത്തേക്ക് അയക്കാൻ ഒക്കുമോ? ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പ്രോപ്പറായി പ്ലാൻ ചെയ്യാതെ പറ്റില്ല. അതുവരെ സത്യരാജനെ എവിടെ താമസിപ്പിക്കും? അതെനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു മാറരുത് മിസ്റ്റർ ജയചന്ദ്രൻ. നമുക്കിടയിൽ വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത്, ആണോ? പോലീസിന്റെ കണ്ണിൽപ്പെടാത്ത ഒരിടം കണ്ടുപിടിക്കും. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത ഒരു സ്ഥലം. സാർ, ഒരു സംശയം. ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും. മുഴുവൻ കഴിക്കേ. ഇനി വയ്യ സാർ. എന്നാ എനിക്ക് കാര്യം പറയാം. മിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഇന്നലെ. ഇയാളുടെ വീട്ടിൽ ഇന്നലെ കളവ് നടന്നിരിക്കുന്നു. ഒരു ക്യാമറയും പിന്നത്തെ കടം എന്റെ വാച്ച്, ടേപ്പ് റെക്കോർഡറും പിന്നെ അതെ. മിസ്റ്റർ കുട്ടൻ, നിങ്ങൾ ഇന്നലെ അവിടെ ജയിലനുഭവം പറയാൻ പോയിരുന്നു. സാർ, പക്ഷെ ഞാനൊന്നും കട്ടില്ല. പൊന്നുകുട്ടാ, സത്യം പറയും. സത്യമാണ് സാർ, ഞങ്ങൾ ഭഗവതിയാണ് സത്യം. ശ്രീനി, ഇതിലും വലിയൊരു സത്യം ഇനി വേറെ ഇല്ല. താൻ പോയി കൈ കഴുകിയിട്ട് വാ. സാർ, ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുപോലല്ലോ കുട്ടൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ, ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു, ചായയും സിഗരറ്റും കൊടുത്ത് സൽക്കരിച്ചു, താണുകയാണ് ചോദിച്ചു, എന്നിട്ടും പറഞ്ഞില്ല. പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട്. പക്ഷേ അതെടുത്താൽ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതില്ലേ തെറി അല്ലോ? സാർ, എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം. പല പല സെന്റിമെന്റ്സ് ഉള്ള. അത് ശരി. കുട്ടൻ വരൂ. കുട്ടൻ ഇന്നലെ മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഏത് സാറും പറയണം, അത് ആർക്ക് വിറ്റു? ഞാൻ കത്തുപോകും. നീ പറ, എന്ത് ചെയ്തത്? പഠിക്കാൻ അയച്ചോ? കക്കൂസിന് വലിയൊരു പൈപ്പിൽ വെച്ച് ബാക്കി പാത്തോട്ട് പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ട് സാർ. അവിടെ മയ്യത്ത് വെക്കാൻ തന്നെ തൈല. അപ്പോഴാണ് നിന്റെ കളവ് മതി. താനും വയ്ക്കോ. മേലിൽ പോലീസുകാരെ പറ്റി പോക്കിരത്തിന് എഴുതിയ തന്റെ എല്ലിയാൻ ഓടിക്കും. സാർ, ഇറങ്ങിപ്പോ.
പുസ്തകം തരൂ. എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ. കുട്ടി, ഞാൻ പറയുന്ന അനുസരിക്കൂ. ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പോട്ടെ മോളെ, ഒന്ന് അടങ്ങ്. എന്താ താൻ പറഞ്ഞത്? വൃത്തിയോട് കാണിച്ച നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. You dirty pig. പോലീസ് സ്റ്റേഷൻ ഏത് കോളേജില്? വകുപ്പ് ഏതായാലും റഷീദ് പേടിക്കണ്ട. കേസിന്റെ കാര്യം ഞാനേറ്റുന്നേ. അതിന് മന്ത്രി ഡൽഹിയിൽ പോയിരിക്കല്ലേ? വരട്ടെ. വേണ്ട വേണ്ട, പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്ററെ കണ്ടേച്ച് ഉടനെ എന്നെ ഇങ്ങോട്ട് വിളിക്കും. ആ ഓക്കെ. ആ സിറ്റിയിൽ മിനിഞ്ഞാണ് ചാർജ് എടുത്തു അല്ലേ? തൊട്ടടുത്ത വീടായിട്ടും ഇതുവരെ നിങ്ങൾ കയറിയില്ലല്ലോ. ആയിരിക്കേ? വേണ്ട. അത് കൊള്ളാം. നിങ്ങളുടെ ഹോം മിനിസ്റ്ററും ഇതുപോലെയാ. ആളും മന്ത്രിയൊക്കെ ആണെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കാൻ മടിയാ. അല്ല, കാര്യമുണ്ട്. അവന് രാഷ്ട്രീയത്തിൽ ഇറക്കിയതും പൊക്കിയതും ഒക്കെ ഞാനാ. അതിരിക്കട്ടെ, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? കാപ്പിയോ ചായയോ അല്ലെങ്കിൽ? ഒന്നും വേണ്ട. അത് പറ്റില്ല. ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നിട്ട്. അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല. പിന്നെ മകനെ കാര്യം വിളിക്ക്, പറയാം. നിമ്മി, മോനെ നിമ്മി. നിർമ്മൽ ഹാസൻ എന്നല്ലേ പേര്? അതെ. താൻ എന്നോട് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? പരീക്ഷാ ഹാളിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ, അതിന്. എന്തു കുഴപ്പം? അതൊക്കെ വേണ്ടപ്പെട്ടവർ അന്വേഷിച്ചിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഞങ്ങൾ വരുന്നേ. വേണം. തനിക്ക് ഞാൻ ആരാണെന്നറിയോ? അറിയാം. ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ്, ബിസിനസ്സുകാരനാണ്. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ്, ശക്തനാണ്. പിന്നെ സാറിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ അറിയാം. തിരുവനന്തപുരത്തെ പ്രമാണിമാർക്ക് പെണ്ണുകൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കുന്നവൻ, റോയൽ പിംപ്. എടോ, നീ എന്താ പറഞ്ഞത്? മിസ്റ്റർ വെറുതെ കാണാവുന്ന വർത്തമാനം പറഞ്ഞാൽ എന്റെ ജോലി മുടക്കരുത്. നില്ലേ, എന്റെ മോനെ കസ്റ്റഡിയിലെടുക്കാൻ തന്റെ ഒരു അറസ്റ്റ് വാറണ്ടുണ്ടോ? അതൊക്കെ ഉണ്ടാവും. മര്യാദക്ക് ചെറുക്കനെ ഇറക്കിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പറ. ബീച്ച് വഴി വിടാൻ പറ. സാർ, ഒരു സംശയം. എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ? താൻ പറഞ്ഞത് എഴുതാ മതി. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ? അക്കാപ്പിച്ചയ്ക്ക് സമരിക്കുന്ന തന്നെപ്പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരത് കാണില്ല. ഒരു പാവൻ ടീച്ചറെ ഈ അന്യായം ചേർത്താ ശിക്ഷിക്കണോ? ഞാൻ കോപ്പി അടിച്ചതിനല്ല, അവൾ എന്നെ. ആവണോ? ഓൺ. പാതവക്കിൽ ആരും കൂട്ടം കൂടി നിൽക്കുവാനോ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടുള്ളതല്ല. ജനങ്ങൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കരുത്. ആ ഓഫീസ് അവിടെ മാറ്റണം. KRD അവിടെ മാറ്റണം. നിങ്ങളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ സേവന ലക്ഷ്യം. അതിനായി പൂർണ്ണമായും ഞങ്ങൾക്ക് സഹകരിക്കുക. വാഹനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. വാഹനങ്ങൾ പരസ്പരം ആളുകൾ വലത് ഭാഗത്തൂടെ നടക്കണം. ലോറി അവിടെ മാറ്റണം. ടീച്ചറുടെ മുഖത്ത് നീ ആസിഡ് ഒഴിക്കോടാ. ഇല്ല സർ, ഞാൻ പറയില്ല. ടീച്ചറെ കൈ കീറി മുറിക്കോടാ. ഇല്ല സർ, ചെയ്യില്ല. ഞങ്ങൾ നിന്നെ ഇടിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞു തന്നിട്ട് നാവിയാൻ പിഴർത്തോളി. മനസ്സിലാക്കണം. വാഹനങ്ങളുടെ മുൻവശത്തും നിന്നോട് എന്ത് ചെയ്തു? പറ, എന്ത് ചെയ്തെന്ന് പറ. ഇല്ല, ഒന്നും ചെയ്തില്ല. പിന്നെ ഈ പാടൊക്കെ പറഞ്ഞു കൊടുക്കണ അച്ഛനെ. അത് ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഓടിയപ്പോ വീണതാ. നിങ്ങൾ ഇവനെ എവിടെ കൊണ്ടുവരുന്നു? പറയണം. നിങ്ങളാരാ ചോദിക്കാൻ? ഞാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ. വക്കീലാണെ കോടതി മതി. ഇവിടെ വന്നൊന്ന് കുറയ്ക്കരുത്. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇൻസ്പെക്ടർ, വെറുതെ അല്ലേ വന്നത്? എന്റെ മോനെ ജാമ്യത്തിൽ ഇറക്കാനാണ്. അതിന് വക്കീലും കൊണാപ്പിയൊന്നും വേണ്ട. ഞാൻ വിട്ടേക്കാം, സ്വന്തം ജാമ്യത്തിൽ. പക്ഷേ കേസ് ചാർജ് ചെയ്യാൻ പേര് മേൽവാസം എഴുതിയെടുക്കണം.
അവന്റെയും അവന്റെ തന്തയുടെയും. കേരള അവനകത്തേക്ക്. സാറിനോട് കോളുണ്ട്. ഞാനിവിടെ ഇല്ലെന്ന് പറ. തിരുവനന്തപുരത്ത് നിന്ന് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവൻ എനിക്ക് റെസ്പെക്ട് തന്നില്ല. അത് ഞാൻ ക്ഷമിച്ചു. എന്നാൽ നിന്റെ കാര്യത്തിൽ അവൻ കാണിച്ച അമിതമായ താല്പര്യമാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത്. ഏതവന്റെ കാര്യമാണ്? ഇൻസ്പെക്ടർ ബൽറാം, നിന്റെ കൈ മുറിഞ്ഞതിൽ എന്നേക്കാൾ വേദന അവനാണ്. ആ പൂർവകാമികയല്ലേ, സഹിക്കുന്നുണ്ടാവില്ല. എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത്? ആവശ്യമില്ലാത്ത വാശി അവനാണ്. ഈ കേസ് രാജിയാവാൻ അവൻ സമ്മതിച്ചില്ല. ഭാര്യയ്ക്ക് പരാതിയില്ലെന്ന് ഭർത്താവായ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല. കേസ് ചാർജ് ചെയ്തു. ഇതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. നീ എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരണം. എന്ത് സ്റ്റേറ്റ്മെന്റ്? പരീക്ഷാ ഹാളിൽ എഴുതിക്കൊണ്ടിരുന്ന കുട്ടിയുടെ ഉത്തരക്കടലാസിൽ കൈവച്ചപ്പോൾ അതിനകത്തിരുന്ന ബ്ലേഡ് അബദ്ധത്തിൽ കയ്യിൽ തട്ടിയതാണ്. സത്യം അതല്ല. അവൻ എന്റെ കൈ കീറി മുറിച്ചതാണ്. ആയിരിക്കാം. എന്നാൽ കോടതിയിൽ പ്രതിഭാഗം വക്കീൽ എന്ന നിലയിൽ അന്യായക്കാരിയായി നിന്നെ വിസ്തരിക്കാൻ ഞാൻ തയ്യാറല്ല. പയ്യന്റെ അച്ഛൻ ചന്ദ്രഹാസൻ ആരാണെന്ന് നിനക്കറിയാമോ? രാഷ്ട്രീയക്കാരിൽ വെറും തറയിൽ അദ്ദേഹം. ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഇമ്മൻസ്ലി റിച്ച്. അങ്ങേരുടെ മകനോട് തെറ്റ് ചെയ്താൽ അത് നമുക്ക് അങ്ങ് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ക്ഷമിക്കില്ല. ഈ കേസ് കോംപ്രമൈസ് ആക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. യു മസ്റ്റ്. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. നീ എഴുതി തരണം. പ്ലീസ് എന്നെ കമ്പനി എഴുതി ചെയ്യട്ടാ. പ്ലീസ്. ഓക്കെ, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ബട്ട് യു നോ ഉഷ, ഇറ്റ് ഇസ് എ ഡ്യുവൽ ബിറ്റ്വീൻ മീ ആൻഡ് ദ ഇൻസ്പെക്ടർ ബൽറാം. നീ ആരുടെ ഭാഗത്താണെന്ന് എനിക്കറിയണം. എന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നേ പറ്റൂ. ദി ചോയ്സ് ഇസ് ലെഫ്റ്റ് യു. അകത്തുണ്ട്, വിളിക്കാം. ആരാത്? ഇത് വേറൊരുത്തിയാ. മിസ്സിസ് ജയന്തൻ ഇവിടെ? ഞാൻ ഇന്നലെ കൊടുത്ത കംപ്ലൈന്റ് കഴിയുമെങ്കിൽ വിഡ്രോ ചെയ്യാൻ. എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അഡ്വക്കേറ്റ് ജയന്തന്റെ വാദം കേട്ടപ്പോ അയാളുടെ ഭാര്യ പ്രതിഭാഗം ചെയ്തിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ എം സോറി. ഒന്നും പറയണ്ട. ഞങ്ങൾക്കിതൊരു പുതിയ അനുഭവമൊന്നുമല്ല. വെട്ടും കൊലയും നടത്തിയവർ തന്നെ അവസാനം ഒത്തുചേരും. ഇടയിൽ കഷ്ടപ്പെട്ട് കേസന്വേഷിച്ച പോലീസുകാരന്റെ വായിൽ പച്ചത്തെറിയ എന്റെ നാവിൽ വരുന്നേ. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ ഗതികേടുണ്ട്, അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട്. അഡ്വക്കേറ്റ് ജയചന്ദ്രന്റെ ഭാര്യയ്ക്ക് ഗതികേടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. പിന്നെ കുറ്റബോധം ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ എന്നെ വഴിതെറ്റിച്ചതിലേ ഉള്ളൂ. പേഴ്സണൽ ലൈഫിൽ എന്നെ വഞ്ചിച്ചതിലില്ല. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. മറ്റൊരാണിന്റെ ഗർഭം ധരിച്ച് നിനക്കത് പറയാമോ? മിസ്റ്റർ ബൽറാം, ആ ആണിന്റെ ഭാര്യയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയായെങ്കിൽ അതെന്റെ കുറ്റവുമല്ല. ഓ, ക്രെഡിറ്റ് ആയിരിക്കും. കുറ്റം എന്റെ തന്നെയാ. വർഷങ്ങൾ അടുത്ത് പെരുമാറിയിട്ടും മണിക്കൂറുകളോളം തനിച്ചൊരുമിച്ചുണ്ടായിട്ടും നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. വിഡ്ഢിയായി എനിക്ക് നിന്നോട് ആരാധനയായിരുന്നു, ഡിവൈൻ ലവ്. പകരം ഒരു ഡെവിൾ മോളസ്റ്റ് ആവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിലേ എനിക്ക് ദുഃഖമുള്ളൂ. എന്നെ പഴിചാരി നിങ്ങൾ ശുദ്ധനാവാൻ നോക്കുകയാണോ? ഏയ്, എനിക്കെന്ത് ശുദ്ധത. ഞാൻ എന്നും കുടിക്കും, തോന്നുമ്പോഴൊക്കെ വ്യഭിചരിക്കും. എനിക്കറിയാം. ഇന്ന് എന്റെ ഭാഗം നിങ്ങൾ കേൾക്കണം. കൺഫെഷൻ ആണെങ്കിൽ വേണ്ട. വീടും കുടുംബവുമായി കഴിയുന്ന എനിക്ക് പഴയ കഥകൾ ഓർത്ത് കരയാൻ നേരമില്ല. അന്ന് എന്റെ അച്ഛനും നിങ്ങളും തമ്മിലുണ്ടായ വഴക്കിൽ ഞാൻ മാറി നിന്നത് ഒരു ഭാവവും ചേരാൻ പറ്റാത്തത് കൊണ്ടാ. പിന്നീട് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത്. അതിൽ തോറ്റപ്പോൾ വീടുപേക്ഷിച്ചിറങ്ങി തിരിച്ചവിള ഞാൻ നിങ്ങളെ അന്വേഷിച്ച്. പലരും പലതും പറഞ്ഞു കേട്ടു. ഞാൻ വിശ്വസിച്ചില്ല. ഒടുവിൽ ഞാൻ കണ്ടത് എവിടെ വെച്ചാണെന്നറിയാലോ. ഒരു കൊലയാളിയാണ് നിങ്ങളെന്ന് അറിഞ്ഞിട്ടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞില്ല. എന്നാൽ അന്ന് ആ വ്യഭിചാരശാലയിൽ വെച്ച് നിങ്ങളെ ആ പെണ്ണിനോടൊപ്പം കണ്ടപ്പോൾ എന്റെ കുറ്റപ്പെടുത്തുന്നില്ല ആരെയും. ഇറ്റ്സ് മൈ ഫെയ്ത്ത്. ഉഷേ, ഉഷേ, നീ കോളേജിൽ റിസൈൻ ചെയ്തു? ആരോട് ചോദിച്ചിട്ട് പറ, ആരോട് ചോദിച്ചിട്ടെന്ന്? ചോദിച്ചാൽ സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ. എന്താ നീ കാണിച്ച ധിക്കാരി? ലക്ഷം രൂപ കൊടുത്താൽ ജോലി കിട്ടുമോ? രാജിവെക്കാതെ ഇനിയും ജോലിക്ക് പോയാൽ സ്റ്റുഡൻസിന്റെ റെസ്പെക്ട് കിട്ടുമോ? അവിടെ എനിക്ക് തല ഉയർത്തി നടക്കാനൊക്കോ? അതുകൂടി ചോദിക്കൂ. കോളേജിലെ കുട്ടികൾക്ക് മുഴുവൻ ഈ സംഭവം അറിയാം. സ്റ്റാഫിൽ പലരുടെയും മുന്നിൽ വെച്ചാണ് പ്രിൻസിപ്പൽ ഞാൻ പരാതി എഴുതി കൊടുത്തത്.
അതിനെതിരെ നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചു, സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചു. ഞാൻ ഇനി എങ്ങനെ അവരെ ഫേസ് ചെയ്യും? എന്നെ അപമാനിച്ച കുട്ടിയെ ക്ലാസ്സിൽ എത്തിക്കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ചുമ്മാ വീട്ടിലിരിക്കണം, അത് നടപ്പില്ല. നിങ്ങൾ അതേ പറയൂ. നാണം കിട്ടി ജോലി ചെയ്താലും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ മതി. സോഷ്യൽ മൊറാലിറ്റി വിടാതെ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ്യന്മാരായ വക്കീലന്മാർ എത്രയോ ഉണ്ട്. നിങ്ങൾക്ക് മാന്യതയില്ല. നിന്റെ മറ്റവരുണ്ടായിരിക്കും മാന്യത, ആ ചെറ്റ പോലീസുകാരൻ. പോലീസുകാർ കളവും കൊലയും കൊള്ളയും ചെയ്യുന്നവരെ പിടിക്കുന്നവരാണ്. ആ ക്രിമിനൽസിനെ ഡിഫെൻഡ് ചെയ്യുകയല്ലേ നിങ്ങളുടെ ജോലി. അവരുടെ കാശ് വാങ്ങി ജീവിക്കുന്ന നിങ്ങളെ പോലെ ചെറ്റത്തരം പോലീസുകാർക്കില്ല. ഇടയിൽ തോന്നിയാസം പറഞ്ഞ കൊന്നുകളയും തന്നെ ഞാൻ. ഇല്ല, നിങ്ങൾ എന്നെ കൊല്ലില്ല. എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കുന്നവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുള്ളൂ. പണമാണ് നിങ്ങൾക്ക് വലുത്. ഭാര്യയുടെ കൈ മുറിച്ചാലും കഴുത്തെടുത്താലും കക്ഷികളെ നിങ്ങൾ പിണക്കില്ല. അവളെ ഒരു കോളേജ് സ്റ്റുഡന്റ് റേപ്പ് ചെയ്താലും നിങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ നിർത്താൻ. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ അന്യപുരുഷന്റെ കടപ്പറയിലേക്ക് അയക്കാനും നിങ്ങൾ മടിക്കില്ല. വരട്ടെ. ജ്യോതി, ഈ പയ്യനുമായുള്ള നിന്റെ കൂട്ടുകെട്ട് എനിക്ക് ഇഷ്ടമല്ല. എന്താ ബെന്നിക്ക് കുഴപ്പം? ഇതുപോലെ ബൈക്കിൽ കൊണ്ടു നടന്ന അവനെ ഉണ്ണ നമ്പൂതിരെ ചീത്തയാക്കിയത്. പാലക്കാട്ട് പഠിക്കാൻ പോയി, ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചു. ഒടുവിൽ പെട്ടപ്പോൾ കൂട്ടുകാരനെ കുരുതി കൊടുത്തിട്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു. അപ്പന്റെ പണത്തിന്റെ ഊക്കുണ്ട്. ബെന്നിക്ക് ഇപ്പൊ പോളിറ്റിക്സ് ഇല്ല, വിട്ടു. പോളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞു വന്നത്. പ്രായം തികഞ്ഞ പെണ്ണാണ് നീ. വല്ലതും സംഭവിച്ചാൽ ഞാൻ സഹിച്ചോളാം. എടീ, അതിനല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, പഠിപ്പിക്കുന്നത്. മേലിൽ ഇങ്ങനെ വല്ലതും കണ്ടാൽ അന്ന് തന്നെ ഞാൻ നാട്ടിലയക്കും. അതാവും ചേച്ചിക്ക് സൗകര്യം എന്നെ ഒഴിവാക്കാൻ. എന്താണ് നീ പറഞ്ഞത്? ഫാദരയ്ക്ക് പുറത്തു പോകാതെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വരുത്താമല്ലോ ഞാനില്ലെങ്കിൽ. ജ്യോതി, എന്നാലാ കാശിന് സാറ് എനിക്കൊരു സാരി വാങ്ങിച്ചു തരൂ. ആ സാരി എന്ന് വെച്ചാ പുടവ. ഞാൻ നിനക്ക് പുടവ വാങ്ങി തരണം. ഞാൻ നിന്റെ നായരാവണം. പുതിയ ഉള്ളവനോടി ഞാൻ കുടി നിർത്തി നിന്റെ ഭാഗം, അല്ലെങ്കിൽ അടിച്ചിന്റെ പല്ല് ഞാൻ കുടിച്ചാ പോവാം. കുടി നിർത്തിയോ? ഉപ്പ് ഇപ്പഴങ്ങ് എടുത്തു വെച്ചുള്ളൂ. എടാ നാറി, സോറി തിരുമേനി, ഇവിടെ നിന്ന് അങ്ങോട്ട് വിടവുള്ള. ആ ആ അതുകളാ. നിനക്ക് വേണ്ടി മാക്സിമം എനിക്ക് ചെയ്യാവുന്നത് ഒരു ചിന്ന വീട് വെച്ചുതരാം, കീപ്. പക്ഷെ നീ പുറത്ത് വേറെ ഒരുത്തനുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, പാടിയാ കൊല്ലും. നിനക്കുള്ള ചെലവ് ഞാൻ തരും. പിന്നെ ഈ ഓട്ടം നിർത്തണം, ഷെഡ്ഡിൽ കയറി കിടന്നോളാം. പറ, എത്ര രൂപ വേണം? എന്നെ വിലക്കെടുക്കാനാണോ? സാറ് കൈക്കൂലി വാങ്ങില്ലെന്നാ ഞാൻ കേട്ടത്. അത് നല്ല തുക ആരും തരാത്തോണ്ടാ. അതുകളാ, എന്റെ യോഗ്യതയെ പറ്റിയൊന്നും നീ പറയണ്ട, കാശ് പറ. പിന്നെ ശമ്പളമല്ലേ ഉള്ളൂ. മാസം 1500 ഒക്കില്ല. ഒരു രാത്രി കൊണ്ട് അതിലിരട്ടി ഞാൻ ഉണ്ടാക്കും സാർ. സാറിന് എന്നെ വിലക്കെടുക്കാനാവില്ല. നിങ്ങൾക്ക് വേണോ പണം, സ്ഥലം മാറ്റം, പ്രമോഷൻ? ഞാൻ വാങ്ങിച്ചു തരാം. തിരുവനന്തപുരത്തേക്ക് പോണ്ട, അവന്മാർ ഇവിടെ കൊണ്ട് തരും. എടി, നീ എനിക്ക് പ്രൊമോഷൻ തരാം. വേണ്ട സാർ. എന്നോട് റൊമാൻസ് തോന്നുന്നുണ്ടല്ലേ? ഒരുത്തി പ്രേമിച്ച് മുടിച്ചതാണ് എന്നെ. അതിന്റെ ഹാങ് ഓവർ പോകാനാണ് നിന്നോട് വരാൻ പറഞ്ഞത്. നിനക്ക് മറ്റുള്ള സൂക്കർ തുടങ്ങിയ ചവിട്ടി ഞാൻ പുറത്താക്കും. എനിക്ക് ആരോടും റൊമാൻസും പ്രേമവും ഒന്നുമില്ല. സാറ് പറഞ്ഞ പോലെ പലർക്കും ശരീരം വിറ്റ് നടക്കുന്നവളല്ലേ. എങ്ങനെയുണ്ടാവും? ഒരാളെ മാത്രം മനസ്സിൽ ധ്യാനിക്കാൻ, അതേ ആളിന്റെ സ്വന്തം അവൻ മോഹിക്കാനേ പറ്റും. നടക്കില്ല സാർ. ഇല്ല സാർ, സാറിനെ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല. ഉറപ്പാണല്ലോ? ആ, പറയട്ടെ, അതിനു മുമ്പേ പ്ലാനൊന്നും എനിക്ക് കേൾക്കണ്ട. സമയം പറ. എപ്പോഴാ എന്നെ ഇവിടുന്ന് പുറത്ത് കാണിക്കുക? അതല്ലേ പറഞ്ഞു വന്നത്. നമ്മൾ ഉദ്ദേശിച്ച കപ്പ വരാൻ ഇനിയും 1-2 ആഴ്ച കൂടി കഴിയും. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അതുവരെ താമസിക്കാൻ ഒരു ഇടം വേണ്ടേ? ഒന്നും ശരിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ. ഇവിടെ തന്നെ? എടോ വക്കീലേ, നിന്നെ ഞാൻ... എന്താ ഇത്? എന്നോട് ശോഭിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഒത്തു കിട്ടണ്ടേ? അവസാനം ഞാൻ ആലോചിച്ചൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ശരിയായാൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ. വരൂ. രാധയല്ലേ? അന്തർജനം. ഇരിക്കൂ. എന്റെ പേര് ഉഷ, വക്കീലിന്റെ. മനസ്സിലായി. പലപ്പോഴും ഇവിടെ വരുമ്പോ സംസാരിക്കണം തോന്നിയിട്ടുണ്ട്, കഴിഞ്ഞില്ല. ഇരിക്കൂ. 2-3 കൊല്ലായില്ലേ ഈ കേസ് അനിയന്റെ? ഓവ്. ഒരിക്കൽ ഇവിടെ ഇരുന്ന നിങ്ങളുടെ അച്ഛൻ മകന്റെ കഥകൾ അദ്ദേഹത്തോട് പറഞ്ഞത്. കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്നല്ലേ? കേട്ടപ്പോൾ അരുത്, എന്റെ ഇല്ലത്ത് ഇതേ കേൾക്കാറുള്ളൂ. അച്ഛൻ വാതോരാതെ
എനിക്കും വേറെ ഒന്നും ഓർക്കാൻ കഴിയില്ല. പുറത്തിറങ്ങിയാലെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവുമെന്ന് കരുതി. സോറി, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. മനസ്സ് മരവച്ചവർക്ക് എന്ത് വേദന. ഞാനിവിടെ കയറി വന്ന് അനാവശ്യം പറയാണെന്ന് തോന്നിയോ? ഏയ് ഇല്ല. കോളേജിലെ ജോലി മതിയാക്കി വീട്ടിലിരിക്കുക. ഇവിടെ ഒരാളെ സംസാരിക്കാൻ കിട്ടിയത് ഭാഗ്യായി. കേസിന് എത്ര രൂപ ചെലവായി? കൃത്യമായിട്ട് അറിയില്ല. അച്ഛന്റെ പ്രോവിഡന്റ് ഫണ്ടും ഗ്രാറ്റുറ്റിയും പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശ് മുഴുവൻ തീർന്നു. താമസിക്കുന്ന ഇല്ലത്തിന് പലർക്കും അവകാശമുണ്ട്. ഞങ്ങളുടേത് വിറ്റു. ഇപ്പോഴതുകൊണ്ടാ. കേസിന് പോയാൽ ഇതാ ഗതി. വക്കീലന്മാരുടെ സ്വഭാവം. എന്റെ മിസ്റ്ററും അതേ തൊഴിൽ തന്നെയാ. എന്നാലും ഏത് കേസും ജയിക്കുമെന്നേ അവര് പറയും. നിങ്ങളുടെ കാര്യം തന്നെ എത്ര കോടതി കയറി, എന്തെങ്കിലും ഗുണം കിട്ടിയോ? തെളിയിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും തെളിവുണ്ട്. അതിനുവേണ്ടി ഞാനിങ്ങോട്ട് വന്നത്. എനിക്കറിയാം. എന്റെ മിസ്റ്റർ നിങ്ങളെ ഫോണിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. എല്ലാം വെറുതെ. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ അനിയൻ പോയി. കൂട്ടത്തിൽ ഉള്ളത് മുഴുവൻ വിറ്റ് ഈ കേസിന് ചെലവാക്കിയാൽ ആ പണവും നഷ്ടമാവും. നിർത്തൂ. പുറമേ നിന്ന് ഉപദേശിക്കാൻ എളുപ്പാ. സ്വന്തം അനിയനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി തച്ചു കൊന്നാൽ നിങ്ങൾ ഇത് പറയില്ല. കുടുംബത്തിന്റെ ഏക ആന്തരിയായിരുന്നു ഞങ്ങളുടെ ഉണ്ണി. അവനേക്കാൾ വലുതല്ല ഞങ്ങൾക്ക് പണം, ഈ കഷ്ടവും നഷ്ടവും ഒന്നും. നിങ്ങളുടെ ഭർത്താവ് പോലീസുകാർക്കെതിരായി വാദിക്കുന്നതിൽ ഭയമുണ്ടെങ്കിൽ അത് പറയൂ. ഞാൻ വേറെ വക്കീലിനെ നോക്കിക്കോളാം. അയ്യോ, ഞാൻ പറഞ്ഞു വന്നത് ഈ കേസ് നടത്തരുതെന്നല്ലേ? ഞാൻ മുഴുവനും കേട്ടു. മിസ് രാധ, നിങ്ങളോടുള്ള സഹതാപം കൊണ്ടല്ല അവൾ ഇങ്ങനെ പറഞ്ഞത്. സ്വന്തം കാമുകനെ രക്ഷിക്കാനാണ്. ഈ കേസിൽ 1-ാം പ്രതി ഇൻസ്പെക്ടർ ബൽറാം കല്യാണത്തിന് മുമ്പ് ഇവളുടെ ഇഷ്ടക്കാരനായിരുന്നു. പിന്നീട് അറിഞ്ഞിട്ടും എന്റെ കുഞ്ഞിന്റെ അമ്മയായതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നത്. ബൽറാമിന് നിയമത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുപ്പിക്കാൻ ഒരു വക്കീലെന്ന നിലവിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ബ്ലോക്ക് തല്ലും കത്തിക്കുത്തും.
അവിടെ വച്ചേക്കൂ. രാത്രി പൂട്ടിയിട്ടിരുന്ന സെല്ല് തുറന്ന് നിങ്ങൾ ഇതിനകത്ത് കയറിയത് പ്രതിയോടൊപ്പം കള്ളുടിക്കാനായിരുന്നു. എനിക്ക് ഈ പുളിച്ച സാമ്പാർ കഴിച്ച ശീലമില്ല. ഇറച്ചി മീനൊന്നും ഇല്ലാതെ. അയ്യോ, ഇതൊരു നമ്പൂരി ഇല്ലാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ജയിലിനേക്കാൾ വലിയ തടവറയാണ്. ദേഷ്യം തോന്നരുത്. നിർബന്ധം അച്ഛാ, ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ആ വക്കീലിനെ ഒന്ന് കാണണം ഉടനെ. ഒരു ഫോണിന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ടെലിഫോൺ ഇവിടെ ഏർപ്പാടാക്കി തരാൻ. ആ, പിന്നെ വിസ്കിയോ ബ്രാൻഡിയോ എന്തെങ്കിലും. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. ഒന്ന് പതുക്കെ, അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആരാ അത്? ആരാ ഇരുട്ടത്തേക്ക് മാറിയത്? പറയ്. അച്ഛാ, ഞാൻ കേട്ടു ഒരു ആണിന്റെ ശബ്ദം. അത് എന്നോട് ക്ഷമിക്കൂ അച്ഛാ. മോളെ, പ്രായം കവിഞ്ഞിട്ടും പെൺകുട തരാവാതെ നിൽക്കുന്ന നിനക്ക് ഒരു പുരുഷനുമായി ബന്ധപ്പെടാൻ മോഹം ഉണ്ടാവും. മനസ്സ് നിയന്ത്രിച്ചാലും ശരീരം കൊതിക്കും. ഇല്ല അച്ഛാ, എന്നെ തെറ്റിദ്ധരിക്കരുത്. പിന്നെന്താ ഞാൻ കണ്ടത്? ദിവസവും നേദിക്കുന്ന ഈ ശീലത്തിന്റെ മുമ്പിൽ വെച്ച് മരിച്ചുപോയ ആത്മാക്കൾ പൊറുക്കില്ല. ഞാനും അരുത്. എഴുന്നേറ്റേ, എഴുന്നേറ്റാ. എന്തിനോടാ നടക്കുന്നത്? വെപ്പും തേനൊക്കെ അവിടെയല്ലേ? കടപ്പ് അവിടെ തന്നെ മതി. ആ അസുരന്റെ കൂടെ ആവായിരുന്നു. ഇന്നലെ രാത്രി വേറെ ആളും ഒന്നും അവിടെ കൂടെ കിടക്കാൻ. ആ, ഇയാൾ തന്നെ. ഇറങ്ങി പോകുകേ. ദേശവും ശകാരമൊക്കെ എന്റെ അടുത്തല്ലേ ഉള്ളൂ. ഇവിടെ അത്രയ്ക്കായോ? അവനെ വെറുതെ വിടില്ല. ആ തെമ്മാടി പോലീസിൽ ഏൽപ്പിക്കണം സാർ. സീഡ നിൽക്ക്, ഞാൻ പോലീസ് ഐ ജി വിളിക്കട്ടെ. വാ. ജനിച്ചാ മതി. ഊണായാലും വിഷയായാലും ഒരു മുട്ടുമില്ലാതെ നടക്കും. അന്നുള്ളവർക്ക് സന്ധ്യയാവുമ്പോ പാനീസും കത്തിച്ച് ഇറങ്ങേ വേണ്ടു. കോവിലകത്തെ തമ്പരാട്ടികൾക്ക് കൂട്ടിരിപ്പ്, നാട് നീള സംബന്ധം, രാവും പകലും ഇരിക്കപ്പുറതില്ലാത്ത അഭ്യാസം തന്നെ. കുട്ടി പറഞ്ഞാ വിശ്വസിക്കില്ല, എനിക്ക് ഇതുവരെ ഒന്നും തരായിട്ടില്ല. എന്താ നിങ്ങൾ പറയുന്നേ? ഇവിടെ വന്ന് കുട്ടിയെ കണ്ടപ്പോ സംശയായി, ആരോടാ പറയേണ്ടതെന്ന്. ഏതായാലും ഇന്ന് മൂത്ത ആളെ ഉദ്ദേശിച്ചാ വന്നത്. ആ, ഞാൻ കുളിക്കായിരുന്നു തിരുമേനി. വിശേഷായി, ശുദ്ധായല്ലോ. ഞാൻ കാലത്ത് തിരുവാച്ചലിൽ പോയി വിസ്തരിച്ചു കുളിച്ചു. കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴുതു. ഞാൻ പോവാച്ചി. സാറ് അയച്ചാണോ തിരുമേനി? ഏയ്, ഞാൻ അങ്ങനെ
കാപ്പി എടുക്കട്ടെ? അതൊക്കെ കഴിഞ്ഞിട്ട് മതി. നന്ന ക്ഷീണുണ്ടാവൂലോ. അപ്പോ എന്ത് കഴിയാൻ? ആദ്യം ഇതങ്ങോട്ട് വാങ്ങിക്കൂ. എന്താ ഇത്? നാടാടെയാണേ. അപ്പൊ പിന്നെ പ്രതിഫലം എന്ന് പറയാൻ വയ്യ. ഒരു ദക്ഷിണയായിട്ട്. തിരുമേനി, ഇനി താമസിക്കരുത്. എന്റെ ഉടല് വിറയ്ക്കണു. വിടാൻ വിടാൻ. വയസ്സ് പോരായിട്ടാണോ? എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇറങ്ങിപ്പോണം. ഏ? ഇറങ്ങിപ്പോകാൻ. അതെന്താ അങ്ങനെ? പാവമാണ് തിരുമേനി. ആ പോലീസ് ഇൻസ്പെക്ടർ അടക്കം നാടൊട്ടുക്കും ആവാല്ലേ? ഒന്നില്ലെങ്കിൽ ഞാനൊരു ബ്രാഹ്മണനല്ലേ? ബ്രാഹ്മണന്റെ മഹത്വം എന്നോട് പറയരുത് തിരുമേനി. ഊട്ടുവരയിൽ ഊൺ പണവും കൊടുത്ത് ബ്രാഹ്മണനെ സൽക്കരിച്ച ഒരു കോവിലകത്താൻ ഞാനും ജനിച്ചത്. എന്റെ അച്ഛനും ഒരു നമ്പൂതിരിയായിരുന്നു. നേമടിയും മാലിക്കാനും പോയി. നാലുകെട്ടിൽ പട്ടിണിയായപ്പോൾ എന്റെ അമ്മയുടെ സംബന്ധക്കാരനും പോയി. എന്റെ 7-ാം വയസ്സിൽ. പിന്നീട് ഞാൻ എന്റെ അച്ഛൻ തിരുമേനിയെ കണ്ടിട്ടില്ല. എടവണ്ണ പാലൂര് മനയ്ക്കൽ കിടന്ന് ഈടെ അങ്ങേര് നരകിച്ച് ചത്തെന്ന് ഞാൻ കേട്ടു. എന്റെ ഇല്ലത്തോ? അപ്പൊ കുട്ടി കുറ്റല്ല, നാടനീളെ സംബന്ധമായിട്ട് നടന്ന നിങ്ങളുടെ കാരണവന്മാർക്ക് എവിടെയൊക്കെ കുട്ടികളുണ്ടായെന്ന് അറിയൂ. സ്വന്തം മക്കളെ പോലും അവർ വ്യഭിചരിച്ചു കാണില്ല തിരുമേനി. എന്റെ ഈശ്വര, ശിവ ശിവ. വെറുതെ അല്ല, കുടുംബത്തോടെ മുടിഞ്ഞു പോയത്. കുട്ടി എന്നോട് ക്ഷമിക്കൂ. ഞാൻ അറിയാതെ. എനിക്കറിയാം തിരുമേനി. സ്വജാതിയിൽ എന്റെ അച്ഛന് പിറന്ന 6 പെൺമക്കൾ ആ മനയിൽ ഇപ്പോഴും ഉണ്ടെന്ന്. മൂത്ത് നരച്ച് പട്ടിണി കിടന്ന് നരകിക്കുന്ന അവർക്കൊണ്ടേ കൊടുക്കൂ ഈ കാശ്. വ്യഭിചരിക്കാനല്ല, ഒരു നേരത്തെ ആഹാരത്തിന് ഈ അപ്പൻ നമ്പൂതിരിയുടെ ദാനമായിട്ട് റേഷൻ അരി വാങ്ങിക്കാൻ. ഇതിൽ പറയുന്ന കോഡ്ലെസ് ഫോണിന് 3000 രൂപ വില വരും. തരാം. എന്നാലും വേണമല്ലേ? നീ ഏതാ മോളെ? നിന്റെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പ്രൈവറ്റ് ടാക്സി ആവും. നമ്മുടെ ജെയിംസിന് ഇപ്പൊ ഇറക്കിപ്പോയ വണ്ടിയാ. ആണോ? കൊള്ളാമല്ലോ. പിന്നെ സാധനം ഇതിലുണ്ട്. എന്താ എത്ര താമസിച്ചത്? ദയവ് ചെയ്ത് എന്നെ ഇത്തരം സ്ഥലത്തേക്ക് ഇനി അയക്കരുത്. എന്തു പറ്റി? ഞാനൊരു സ്ത്രീയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതുപോലെ എനിക്ക് കഴിയില്ല ഇനി. ഇത് നിങ്ങളുടെ കാര്യത്തിനാണ്. കഴിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോയേക്കാം. അതിനല്ലല്ലോ ഞാൻ ഇത്രയും സഹിക്കുന്നത്. ഇറച്ചിയും മീനും വെക്കുന്ന ഈ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ ജലപാനം തൊടാറില്ല. ഇന്നേക്ക് 2 മുഴുപട്ടിണിയ. എന്റെ അനിയനെ ഓർത്ത എല്ലാം സഹിക്കുന്നത്. ഇനിയെങ്കിലും പറയൂ, ആ തെളിവുകൾ എപ്പോൾ കിട്ടും? നിങ്ങൾ എന്നും അത് ആവർത്തിച്ച് ചോദിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, അത് മംഗലാപുരത്തുള്ള ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരിക്കുക. അവനോട് എത്തും. നിങ്ങൾ വെക്കോളൂ.
ഹലോ ഹലോ, ആരെയാ വിളിച്ചത്? റിങ് ചെയ്ത പോലെ തോന്നി, എടുത്തപ്പോ ഡെഡായി. നമ്മുടെ ടെലിഫോൺ നാറികളും. എവിടെ പോയിരുന്നു? കാറ്റുകൊള്ള ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്നു. ആരെങ്കിലും കണ്ടാൽ? കാണില്ല. നിങ്ങൾ കൊണ്ടുവന്ന 50,000 കൊണ്ട് എന്റെ കാര്യം നടക്കില്ല. ചുരുങ്ങിയ 4 ലക്ഷം രൂപയെങ്കിലും വേണം. ജയ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. യെസ്, ഞാനാ സത്യരാജ്. നീ എവിടുന്നാ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ കൊണ്ട് പൂട്ടിയിട്ട് ഇല്ലെന്ന് തന്നെ. ഇവിടേക്ക് ടെലിഫോൺ അപ്ലൈ ചെയ്ത് വാങ്ങിക്കാൻ പ്രയാസമാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ തന്നെ സംഘടിപ്പിച്ചു. എങ്ങനെ? ഞാൻ വിശ്വസിക്കില്ല. മിസ്റ്റർ, നിങ്ങളൊരു ക്രിമിനൽ ലോയർ ആണെങ്കിൽ ഞാനൊരു പക്ക ക്രിമിനലാ. എന്റെ ബുദ്ധിയെ നിങ്ങൾ അളക്കരുത്. അതുകൊണ്ടാണല്ലോ ജനം എന്നെ ആരാധിക്കുന്നത്. അതിരിക്കട്ടെ, എന്റെ കാര്യം എന്തായി? ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതുകൊണ്ടായില്ലല്ലോ. ഉടനെ എല്ലാം ശരിപ്പെടും. ഞാൻ ഏറ്റുന്നേ. ശരി. ജയൻ, ആ എസ്റ്റേറ്റ് കണ്ടപ്പോ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് വാങ്ങിക്കാൻ. അത് വിശ്വസിച്ച് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അന്ന് ചാക്കോച്ച മുതലാളിയെ വെടിവെച്ച് കൊല്ലുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കാശ് അങ്ങേരുടെ കൈ പെട്ടുപോയി. ആ പാലത്തിന്റെ പണിയിലും വന്നു നഷ്ടം. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് പണം തരാൻ നോക്കുവോ? അത് പറ. ഈ നിലയിൽ ലക്ഷങ്ങൾ തരാൻ എന്റെ കയ്യിലില്ല. 50,000 ആയിട്ട് എനിക്ക് വേണ്ട. ഉലുവയായിട്ട് വന്നിരിക്കുന്നു ദരിദ്രവാസി. ഞാനൊരു പിച്ചക്കാരനാണെന്ന് കരുതിയോ നിന്റെ തന്ത? യോഗ്യനാണെന്ന് ധരിച്ചതാ തെറ്റിയത്. എന്താ നീ പറഞ്ഞത്? അല്ലെങ്കിൽ അത്രയേറെ സ്ത്രീധനം തന്നെ നിങ്ങളുടെ കൂടെ ഇറക്കി വിടില്ലായിരുന്നു. പിന്നെയും കാറിനും എസ്റ്റേറ്റിനും വേറെ എത്ര ആവശ്യം പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു? ഇപ്പോഴും ചോദിക്കുന്നത് ലക്ഷങ്ങളല്ലേ? നാണമില്ലാതെ. കല്യാണത്തിന് മുമ്പ് ആ പോലീസ് ഇൻസ്പെക്ടർ കൂടെ അഴിഞ്ഞാടിയ നീയാണടി നാണം കെട്ടവൾ. എനിക്ക് കഞ്ഞിക്ക് വകയില്ലാഞ്ഞിട്ടല്ല, അതിന്റെ നഷ്ടപരിഹാരമാണ് ഞാൻ എന്റെ അച്ഛനോട് ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡിനെ എന്റെ തലയിൽ കെട്ടിവെച്ചതിനുള്ള കോമ്പൻസേഷൻ. മകന്റെ ഗേൾഫ്രണ്ട് ആരാണെന്നറിയോ? സീതയില്ലേ? ഞാനും തിരുവനന്തപുരത്ത് കൊണ്ട് കുഴപ്പമായ അവളുടെ അനുജത്തി. ചേച്ചി ജോലി എന്താണെന്ന് അറിയാമല്ലോ. വിൻസെന്റ് മകനെന്ന് ഉപദേശിക്കണം. ഈ പോക്ക് നന്നല്ല.
ഹലോ, അഡ്വക്കേറ്റ് ജയചന്ദ്രൻ ഉണ്ടോ? വക്കീലിന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന വിവരം വിൻസെന്റ് വിളിച്ച് പറയുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായി. ഇല്ലായിരുന്നെങ്കിലോ? ദാറ്റ് ബലറാം ഈസ് എ ഡെയർ ഡെവിൾ. മുൻപും പിൻപും നോക്കാത്ത പ്രകൃതമാണ് മനുഷ്യന്. കംപ്ലീറ്റ് റെക്കോർഡ്സിനെ ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നേരെ കൊണ്ട് തന്നു. ഇനിയെങ്കിലും ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും. ഇയാളുടെ കാര്യപ്രാപ്തി വിൻസെന്റിന് ചന്ദ്രാദിക്കും ബോധ്യമായില്ല. അത് കുമാർ സാർ പറയുന്നത് പോലെ ഞാൻ അടക്കട വക്കീൽ. കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയ അത് രൂപ പണയം വെച്ചാ മറ്റുള്ളവർ പലതും മറക്കുന്നത്. കൂട്ടത്തിൽ 5-6 ലക്ഷം കടലാസ് ഒതുക്കി വെക്കാൻ ത്രാണിയില്ലാത്ത ഇയാളുടെ ന്യായപ്രസംഗമൊന്നും കേൾക്കണ്ട. എന്നെ കുരുതി കൊടുക്കാൻ നീ അന്യനൊരുത്തിന് വാതിൽ തുറന്നു കൊടുക്കില്ലേ? ആണുങ്ങളില്ലാത്ത വീട്ടിൽ കടക്കരുതെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇവിടെ നല്ല ഫയലും റെക്കോർഡ് എടുത്തോണ്ട് പോകുന്നത് നീ നോക്കിയിരുന്നില്ലേ? സെർച്ച് വാറന്റുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വരുമ്പോ പിന്നെ പരവനാണ് ഇവർക്ക് താലപ്പൊലി എടുത്ത് സ്വീകരിക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നീ എനിക്കൊന്ന് ഫോൺ ചെയ്തു. പലതവണ ശ്രമിച്ചതാ, കിട്ടണ്ടേ? കിട്ടില്ല. വന്നത് പോലീസ് ഓഫീസർ മാത്രമല്ലല്ലോ, കാമുകനല്ലേ? അനാവശ്യം പറയരുത്. അനാവശ്യം. ഈ വീട്ടിൽ ഫയലും റെക്കോർഡും മാത്രമല്ല, നിന്നെയും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞാനില്ലാത്തപ്പോൾ അവൻ ഇനിയും കടന്നു വന്നാൽ നീ അതിനും വാറ് തുറന്നു കൊടുക്കുമല്ലോ. അതെ, തുറന്നു കൊടുക്കും. എന്താണ് നീ പറഞ്ഞത്? ഇനി തൊട്ടുപോലെ തന്നെ. എന്താ നിങ്ങൾ കരുതിയത്? എന്നും കാൽക്കയിലിട്ട് ചവിട്ടി അരയ്ക്കാമെന്നോ? സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. ഇനി വയ്യ. തരം കെട്ടിയാൽ അന്യപുരുഷന് വാതിൽ തുറന്നു കൊടുക്കുന്നവളാണ് സ്വന്തം ഭാര്യ എന്ന് കരുതുന്നു നിങ്ങൾ. ആണാണെങ്കിൽ എന്നെ അടിച്ചിറക്കണം. അതിനുള്ള നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങാം. മതി, മനസ്സില്ല. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ മടുത്തു. ജ്യോതി, ഇയാൾക്കെന്താ ഇവിടെ കാര്യം? ഇതിവിടെ ആര് കൊണ്ടുവന്നു? ബെന്നി. എടുത്തോണ്ട് പോടോ. കൊണ്ടുപോകാനല്ല, ഞാനിത് ജ്യോതിക്ക് പ്രസന്റേഷനായി കൊടുത്തതാ. പ്രസന്റേഷൻ? ചേച്ചി, ബെന്നി അവമാനിക്കരുത്. ഞാൻ വിളിച്ചിട്ട് എന്റെ ഗസ്റ്റ് ആയിട്ടാ ബെന്നി വന്നിരിക്കുന്നത്. ആണോ? എങ്കിലും ഉപചരിക്കണമല്ലോ. അത് ഞാനാകാം. ഞാനല്ലേ ഗൃഹനാഥ. നീ അകത്ത് പോ. ജ്യോതി, നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. എനിക്ക് ഇയാളോട് അല്പം സംസാരിക്കാനുണ്ട്. ഇത്രയും വലിയൊരു സമ്മാനം എന്റെ അനിയത്തിക്ക് കൊടുക്കാൻ മാത്രം നീ അവളും തമ്മിലുള്ള ബന്ധം? ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. എടോ, വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സ്നേഹം പുരുഷന്, നിന്നെപ്പോലൊരു പണക്കാരന്റെ മകന് വലിയൊരു ക്രെഡിറ്റ് ആണ്. ആ സ്നേഹം വിറ്റ് ജീവിക്കാൻ എന്റെ അനിയത്തിയെ ഞാൻ വിട്ടുതരില്ല. അതിനുവേണ്ടിയല്ല ഞാൻ അവളെ വളർത്തുന്നത്. ചേച്ചി, കാര്യം കാണാനാണെങ്കിൽ ഈ പാവം പെണ്ണെന്തിന്? ഞാനല്ല ബെറ്റർ ചോയ്സ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചാണ്. ജ്യോതി ആ നിലയ്ക്കല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ വിൻസെന്റ് മുതലാളിയുടെ മകൻ എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ. നിന്റെ അപ്പൻ അതിനെ സമ്മതിക്കുമോ? നിന്റെ സമുദായം അംഗീകരിക്കുമോ? അവരെയൊക്കെ എതിർത്തുകൊണ്ട് എന്റെ അനിയത്തെ സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? ഉണ്ട്. എങ്കിലത് ആദ്യം നടക്കട്ടെ. ജ്യോതിയെ കാണുന്നതും ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതും എന്നിട്ട് മതി. മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാനോ പിഴച്ചവള. ഇനിയൊരു വീഴ്ച കൂടി താങ്ങാൻ ഈ പാവം കുടുംബത്തിന് കഴിയില്ല. ഞങ്ങളെ ഉപദ്രവിക്കരുത് ബെന്നി, പ്ലീസ്. അനിയൻ പോ. മോനെ, നിനക്ക് പ്രായമായി. ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആർക്കും നിന്നെ തടയാനാവില്ല. പക്ഷേ ഡാഡിയുടെ സമ്മതത്തോടെ ഈ കല്യാണം നടക്കുമെന്ന് നീ കരുതണ്ട. അവരുടെ ജാതിയും മതവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്നാൽ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വേശ്യാലയം എന്റെ മകന്റെ ബന്ധുവീടാകാൻ ഞാൻ സമ്മതിക്കില്ല. ജ്യോതി വേശ്യല്ലേ ഡാഡി? അവളുടെ ചേച്ചിയാണല്ലോ സീത. അവൾ ഏതെല്ലാം ഹോട്ടലുകളിൽ ആരുടെയെല്ലാം കൂടെ അന്ത്യറങ്ങിയിട്ടുണ്ടെന്ന് കുറെയൊക്കെ എനിക്കും അറിയാം.
വേണ്ട മോനെ, നമുക്കിത് കൊള്ളില്ല. ഞാൻ തീരുമാനിച്ചതാണ്, വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി ആരെതിർത്തിട്ടും കാര്യമില്ല. ജോലി ഞാൻ കല്യാണം കഴിക്കും. നീ ഒരു വിഡ്ഢിയാണടാ മോനെ. മുമ്പ് പോളിറ്റിക്സിനോടായിരുന്നു നിനക്ക് പ്രേമം, ഇതുപോലെ അവിടെയും നിനക്ക് പഴച്ചു. കൊള്ളാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ എത്രയുണ്ട്. അതിലൊന്നിന്റെ യൂത്ത് ലീഡറായി ഒരു MLA-യോ മന്ത്രിയോ ആകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്താ അഭിമാനമായിരുന്നു. എന്നാൽ മനുഷ്യൻ കയറി ചെല്ലാൻ പറ്റാത്തടത്താണ് നീ ചെന്ന് പെട്ടത്. നാട്ടിൽ കലാപമുണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ച ചില വിഡ്ഢികളുടെ കൂടെ. അതിൽ നിന്നും നിന്നെ വേർപെടുത്താൻ ഈ ഡാഡി എത്ര കഷ്ടപ്പെട്ടു, എത്ര ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് നിനക്കറിയാമോ? അറിയാം. മകനെ രക്ഷിക്കാൻ അവന്റെ പാവം കൂട്ടുകാരനോട് നിങ്ങൾ കാണിച്ച ക്രൂരത എനിക്കറിയാം. എന്ത് ക്രൂരത? എനിക്ക് ഭാര്യയില്ല, മറ്റു ബന്ധുക്കളുമില്ല. ആകപ്പാടെ ഉള്ളത് നീ ഒരു മോനാണ്. നിന്നെ വഴിപഴപ്പിക്കുന്നവരെ എന്ത് കടുങ്കൈ ചെയ്തും ഞാൻ മാറ്റും. ഈ പെണ്ണുമായുള്ള നിന്റെ ബന്ധത്തിനും അത് തന്നെയായിരിക്കും സംഭവിക്കുക. അല്ലാതെ എന്റെ മകനെ എനിക്ക് കൊല്ലാനൊക്കൂ? ഡാഡി, എന്നെ കൊണ്ട് ഇനിയൊരു മഹാപാപം നീ ചെയ്യിക്കരുത്. ഇല്ല, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കില്ല. ബെന്നി, മോനെ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് പോകും. ബെന്നി, മന്ത്രിയുടെ കാറാ, അവന്റെ ഒടുക്കത്തെ സ്പീഡ്. യെസ്, മന്ത്രിയുടെ കാർ ബൈക്കുമായി ആക്സിഡന്റ് ആയി. എവിടെ വെച്ച്? കളക്ടറേറ്റ് അടുത്ത് വെച്ച്. സീരിയസ് ആണോ? യെസ് സർ. വണ്ടി നിർത്താതെ പോയി. എന്നിട്ട് നിർത്താതെ പോയോ? സാർ, വഴിക്ക് വെച്ച് ഈ വണ്ടി ഒരു ബൈക്കുമായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി. യെസ്, അടുത്ത പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തേക്കൂ. ആ പയ്യന്റെ നില കുറച്ച് സീരിയസ് ആണ് സാർ. ചത്തോ? അറിയില്ല. മിസ്റ്റർ, ഒന്ന് ഇറങ്ങണം. എന്തിനാ ഇറങ്ങണം മിസ്റ്റർ? പറയാം. താനാരെ എന്നോട് ഇറങ്ങാനല്ലോ പറഞ്ഞത്? എക്സ്ക്യൂസ് മീ സാർ, ഗസ്റ്റ് ഹൗസിലേക്ക് സാറിന് പോലീസ് ജീപ്പിൽ പോവാം. ജീപ്പിലോ? സാറിന് നിയമം അറിയാമല്ലോ, ഈ വണ്ടി കസ്റ്റഡിയിൽ എടുക്കാണ്. സാർ, എന്ത് തോന്നിയാസോടോ താൻ കാണിച്ചത്? ഒരു മന്ത്രിയുടെ കാർ തരാൻ താനാരാ? തനിക്ക് എന്ത് അധികാരം? പൊതു നിയമം മന്ത്രിമാർക്കൊന്നും വേറിട്ടില്ലല്ലോ സാർ. ഒരാളെ കാറടിച്ചു കൊന്നാൽ അവൻ മന്ത്രിയായാലും രാജാവായാലും. നിർത്തണോ തന്റെ പ്രസംഗം? അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്കറിയാമോ? അതെന്തോ ആവട്ടെ, കൃത്യമായി ജോലി ചെയ്യാൻ പോലീസുകാർ ഭയപ്പെടുന്നതുകൊണ്ടാണ് റോഡിൽ കൊടിയേറ്റ കാറുകളുടെ ഈ മരണപ്പാച്ചിൽ. അത് നിർത്തണം സാർ. നിർത്തും. മരണപ്പാച്ചിലല്ല, തന്റെ ഈ തോന്നിവാസം. ഓക്കെയുള്ളൂ. എടീ, നീ എന്തിനിങ്ങോട്ട് വന്നിട്ടേ? വിട്ടിത്തം പറയുന്നു. കുട്ടി പോയി കണ്ടോളൂ. പക്ഷേ ബോധമില്ലാതെ കിടക്കുകയാണ്. വിളിച്ചു ഉപദ്രവിക്കരുത്. ഇവിടെ ഒരു സീനുണ്ടാക്കിയാൽ അതിന് നാണക്കേട് തനിക്ക. നീ വാ. ആ വക്കീൽ പലതവണ വിളിച്ചു. സത്യരാജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. സസ്പെൻഷനോ ഡിസ്മിസിലോ വയ്യാഞ്ഞിട്ടല്ല, ഈ ഇഷ്യൂവിന്റെ പേരിൽ തന്നെ ശിക്ഷിച്ചാൽ അതൊരു കോൺട്രവേഴ്സിയാകും, മന്ത്രിയുടെ പ്രതിച്ഛായ ബാധിക്കും. അതുകൊണ്ട് നാട്ടുകാരെ ഭയന്ന് മന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞ നടപടിയൊന്നും എടുക്കേണ്ടെന്ന്. ഓ, അങ്ങേരുടെ ഒരു ദയ. പക്ഷെ ട്രാഫിക്കിൽ തുടരാൻ കമ്മീഷണർ സമ്മതിക്കില്ല. നിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റി. എന്നെ അവിടെ തളച്ചിടാനാ? കാണാം. നിങ്ങളുടെ ഡാൻസ് ക്ലാസ് നിർത്തിയത് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ്. ഉള്ള വരുമാനവും പോയല്ലേ? സാരമില്ല. പണക്കാരുടെ ആയുധമായിട്ടാ ഞാനിവിടെ ജീവിക്കുന്നത്. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങളെ ഞാൻ സഹായിക്കാം. വേണ്ട, നിങ്ങളോട് ഒരു സഹായമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അത് മതി. രാധയുടെ ഈ തന്റെ ഇടം ഐ അപ്രീഷിയേറ്റ്. ഞാനൊരു ആന്റി ഹീറോ ആണെങ്കിലും എന്നെ ആരാധിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. പക്ഷേ ചുണയുള്ള പെൺകുട്ടികളോടാണ് എനിക്കിഷ്ടം, രാധയെ പോലെ. പറയട്ടെ. കൈവിട്. ജയിലിലെ ഇരുമ്പഴി വളയ്ക്കുന്ന ഈ കയ്യിൽ നിന്ന് കുതറി മാറാൻ പറ്റില്ല. എടോ, ഞാനൊന്ന് ഉറക്ക കരഞ്ഞാൽ നീ ആ ഇരുമ്പഴിക്കുള്ളിലാകും. അടുത്ത വീട് പോലീസ് ഓഫീസറുടേതാണെന്ന് ഓർത്തു. വിടന്നെ.
തന്റെ എല്ലാ നീതിത്തരങ്ങളും അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചതെന്ന് ആവർത്തിച്ച് പറയണ്ടല്ലോ. ആ ലക്ഷ്യം നേടാതെ ഈ ശരീരവും മനസ്സും തൊട്ടശുദ്ധമാക്കാൻ ഒരു പുരുഷനെയും ഞാൻ അനുവദിക്കില്ല. എന്റെ വ്രതമാണത്. മേലിൽ എന്നെ തൊട്ടാൽ തനിക്ക് ഒരു കൊല കൂടി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക്. സൂക്ഷിച്ചു.